ഗുഡ് ഈവനിങ് എവരി വൺ. നമുക്കിന്ന് സെഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കുറച്ചും കൂടി ആൾക്കാർ ജോയിൻ ചെയ്യുമായിരിക്കും. ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു നമുക്കൊരു സെഷനിൽ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയതുകൊണ്ട് നമുക്കിത് ഈ ഏപ്രിലിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് കളക്ഷൻ ആൻഡ് റിക്കവറി ആൻഡ് ടാക്സ് എന്നുള്ള ചാപ്റ്റർ 19 അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഇൻകം ടാക്സ് ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് ഈ ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഈ കളക്ഷൻ റിക്കവറി ഓഫ് ടാക്സ് എന്നായിരിക്കും. അപ്പൊ TDS TCS പ്രൊവിഷൻ ആണ് നമുക്ക് ഇൻകം ടാക്സ് ആക്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വരുന്ന പ്രൊവിഷൻസ്. ഇനി ബാക്കിയുള്ള പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് ചിലതൊക്കെ റിട്ടേൺ ഫയലിംഗ് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അസസ്മെന്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് സബ്സിക്വന്റ് പീരീഡിലേക്കേ വരുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്കത് വരാൻ സാധ്യതയില്ല. പക്ഷെ TDSന്റെ പ്രൊവിഷൻ നമ്മളിപ്പോ TDS ഈ ഏപ്രിലിൽ പിടിക്കുന്നത് മെയ്യിൽ അടയ്ക്കണം. മെയ് 7-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം. അതുപോലെ ഏത് സെക്ഷനിൽ പിടിക്കണം, എത്രയാണ് റേറ്റ് ഓഫ് ടാക്സ്, TCS ഉണ്ടെങ്കിൽ ഏതൊക്കെ റേറ്റുകൾ, ഇതൊക്കെ നമുക്ക് ഇപ്പൊ അറിയേണ്ട ഒരു സമയമാണ്. അപ്പൊ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാനും കൂടിയുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നമുക്കൊരു ഇന്ന് നമുക്ക് കവർ ചെയ്യുന്നത് സെക്ഷൻ 390 സെക്ഷൻ തൊട്ടിട്ട് 402 വരെയാണ്. ഇതിൽ 430 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ 402 വരെയാണ് ഇന്ന് കവർ ചെയ്യുന്നുള്ളൂ. ചാപ്റ്റർ 19 കളക്ഷൻ ആൻഡ് റിക്കവറി ഓഫ് ടാക്സ്. 1961 ചാപ്റ്റർ 17 ആയിരുന്നു കളക്ഷൻ ആൻഡ് റിക്കവറി ഓഫ് ടാക്സ് തന്നെയായിരുന്നു പ്രൊവിഷന്റെ പേര്. 190 സെക്ഷൻ തൊട്ടിട്ട് 234H വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു അതിൽ കവർ ചെയ്തിരുന്നത്. നമുക്ക് ഇനീഷ്യലി ആദ്യത്തെ സെക്ഷനിലേക്ക് പോവാം. കളക്ഷൻ റിക്കവറി ടാക്സിൽ ഫസ്റ്റത്തെ സെക്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ ഡിഡക്ഷൻ ഓർ കളക്ഷൻ അറ്റ് സോഴ്സ് ആൻഡ് അഡ്വാൻസ് പേയ്മെന്റ്. ഈ സെക്ഷൻ 2025 സെക്ഷൻ 1961 ഒരു 3-4 സെക്ഷൻ ഒരുമിച്ചുള്ളതാണ്, ക്ലബ് ചെയ്തത്. അതിലത്തെ എല്ലാ പ്രൊവിഷൻസും കൂടി ക്ലബ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 190 ഉണ്ട്, സെക്ഷൻ 206C TCSന്റെ പ്രൊവിഷനാണ്, പിന്നെ 202 ഡിഡക്ഷൻ ഓൺലി വൺ മോഡ് ഓഫ് റിക്കവറി, പിന്നെ 199 ക്രെഡിറ്റ് ഫോർ ടാക്സ് ഡിഡക്റ്റഡ്. ഈ 4 സെക്ഷനും കൂടിയിട്ട് ഇപ്പൊ സെക്ഷൻ 390 എന്നുള്ള സെക്ഷനിലേക്കാണ് മെർജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 390 സെക്ഷനിൽ എന്തൊക്കെയുള്ളതെന്ന് നമ്മൾ ബ്രീഫ് ആയിട്ട് ആ സെക്ഷൻ ഒന്ന് നോക്കിയതിനു ശേഷം ഞാൻ അതിന്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻസ് പറയാം. ഇതാണ് സെക്ഷന്റെ അതിന്റെ 390 എന്ന സെക്ഷൻ ഇതാണ് വരുന്നത്. ഇത്രയാണ് 6 സബ് സെക്ഷൻ ആണ് 390 ഉള്ളത്. അതിൽ എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റത്തെ വരുന്നത് ഇൻകം ടാക്സ്. ഇൻകത്തുമുള്ള ടാക്സ് പേ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ഡിഡക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ആ ഭാഗത്ത് പറയുന്നത്. ഇത് ബേസിക്കലി ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ചാപ്റ്ററാണ്. കളക്ഷനും റിക്കവറിയാണ്. അപ്പൊ കളക്ഷൻ എങ്ങനെയൊക്കെ നടക്കാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഒരു ഇൻകത്തുമുള്ള ടാക്സ് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം, അതിൽ ആദ്യത്തെ പറയുന്നത് ഡിഡക്ഷൻ ഓഫ് കളക്ട് സോഴ്സ്, TDSO അല്ലെങ്കിൽ TCSO, അതാണ് ഡിഡക്ഷൻ ഓർ കളക്ഷൻ ഓഫ് സോഴ്സ്. പിന്നെ വരുന്നത് എന്താണ്? അഡ്വാൻസ് പേയ്മെന്റ്, അതാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. പിന്നെ ഒരു പ്രൊവിഷൻ കൂടി പറയുന്നുണ്ട്, അത് പേയ്മെന്റ് അണ്ടർ സെക്ഷൻ 392(2)A, അതാണ് ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്വിസിറ്റ്. ഈ എംപ്ലോയർക്ക് വേണമെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കാനുള്ള പ്രൊവിഷനാണ് അത് പറയുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഇത് പറഞ്ഞത്. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടും അല്ല കേട്ടോ, ഇതിന് പുറമെയുള്ള രീതിയിലും ടാക്സ് റിക്കവറി പറ്റും. പക്ഷെ ഈ സെക്ഷനിൽ ഇവർ കളക്ഷനിൽ പറയുന്നത് 3 രീതിയാണ് പറയുന്നത്. ഒന്ന് ഡിഡക്ഷനും കളക്ഷനും, പിന്നെ അഡ്വാൻസ് പേയ്മെന്റ്, പിന്നെ ടാക്സ് ഓൺ നോൺ മോണിറ്ററി ബെനിഫിറ്റ്, നോൺ മോണിറ്ററി പെർക്വിസിറ്റ്സ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ പേ ചെയ്യുന്ന രീതിയും ഡിഡക്ട് ചെയ്തും പേ ചെയ്യും. ഇനി എംപ്ലോയിക്ക് വേണ്ടി പേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാക്സ് പേ ചെയ്യുന്നത് സബ്സിക്വന്റ് ഇയറിലാണ് നമ്മളുടെ ഇൻകം ടാക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ ടാക്സ് ഇപ്പോഴാണ് നമ്മൾ പേയബിൾ ആവുന്നത്. ചിലപ്പോൾ ടാക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ്മെന്റ് നടക്കുന്നത് ഈ പീരീഡ് കഴിഞ്ഞിട്ടുള്ള പീരീഡുകളിലായിരിക്കും. പക്ഷെ ടാക്സ് ചെയ്യുന്നത് ഇപ്പോഴാണ് നമ്മളുടെ ഈ സമയത്താണ് നമുക്ക് അതിന്റെ എമൗണ്ടിനെ ടാക്സ് ചെയ്യുന്നത്. അതുപോലെ
ചാർജിങ് സെക്ഷന് ചാർജിങ് സെക്ഷൻ എവിടേക്ക് വരുന്നത്? നമുക്ക് ഇൻകം ടാക്സ് ആക്ടില് സെക്ഷൻ 4, സെക്ഷൻ 5, പിന്നെ ഡീം ടു അക്രൂ എന്ന സെക്ഷൻ 9. ഇതിൽ സെക്ഷൻ 4ലാണ് ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചാർജിങ് സെക്ഷനെ ഈ പറയുന്ന കളക്ഷനെ റിലേറ്റഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഇവിടെ പറഞ്ഞുള്ള ഇത് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു ഒരു ആസ്പെക്ട് ഇല്ല. ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് സെക്ഷൻ 4(1) തന്നെയാണ് പറയുന്നത്. 4(1) എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ടാക്സിബിലിറ്റിക്ക് അനുസരിച്ചാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ കളക്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം, ഇവിടെ ആ മെക്കാനിസം പറഞ്ഞില്ലെങ്കിലും ഇൻകം ടാക്സ് ആ ഇൻകത്തിന് വരാതിരിക്കില്ല. അതാണ് ഒരു പ്രൊവിഷൻ ഉള്ളത്. ഒരു മോഡ് ഓഫ് റിക്കവറി മാത്രമാണ്. വേറെ മോഡുകൾ ഉണ്ടാവാം. ഈ ഗവൺമെന്റ് വേറെ മോഡൽ നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഒരു മോഡ് ഓഫ് റിക്കവറി മാത്രമാണ്, ടാക്സിന്റെ റിക്കവറി മാത്രമാണ്. ഇതല്ലാതെയുള്ള റിക്കവറികളും ഇതിൽ പറയുന്നുണ്ട്. ഇനി ഈ സെക്ഷനിൽ തന്നെ പറയുന്നത്, ഇപ്പൊ TDS പിടിക്കുന്ന സമയത്ത് ഒരാളുടെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് TDS പിടിക്കുകയോ അല്ലെങ്കിൽ TCS കളക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് കാണിക്കുന്നത്? ആരാണോ അതിന്റെ പേയി, ആരാണോ അതിന്റെ റിസീപ്പിയന്റ്, അയാൾക്ക് വേണ്ടി ടാക്സ് അടച്ച പോലെയാണ് കണക്കാക്കുക. അയാൾക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടുകയും ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ക്രെഡിറ്റ് ആൾക്ക് കിട്ടണം. അപ്പൊ TDS പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടച്ച പോലെ, ഇപ്പൊ എനിക്കൊരു പേയ്മെന്റ് കിട്ടുന്ന സമയത്ത് ഒരാൾ ടാക്സ് പിടിച്ചിട്ടാണ് തരുന്നതെങ്കിൽ ഞാൻ ടാക്സ് അടച്ച പോലെയാണ് അത് കണക്കാക്കുക. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടും. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഫുൾ എമൗണ്ട് ചിലപ്പോ നമ്മുടെ കയ്യിൽ ടാക്സബിൾ ആയിക്കൊള്ളുന്നില്ല. റിസീപ്പിയന്റെ കയ്യിൽ ഫുൾ എമൗണ്ടും ടാക്സബിൾ ആയിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് പേയറെ ഇൻഫോം ചെയ്യാം, ഇത് ഫുൾ എൻ്റെ ടാക്സബിൾ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ കയ്യിലേക്കൊക്കെ ടാക്സബിൾ ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ക്രെഡിറ്റിലേക്ക് ഇത് കൊടുക്കാൻ പേയർ ബാധ്യസ്ഥനാണ്. അതുപോലെ ഈ ക്രെഡിറ്റ് എടുക്കുന്ന കൊല്ലം അത് സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റിട്ടേൺസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടാക്സ് ക്രെഡിറ്റ് വരുന്ന കൊല്ലം അതിന്റെ ഇൻകം കൂടി നമ്മൾ കണക്കാക്കിയിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കണം. ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടാവും, അതിന്റെ ഇൻകം കൂടി കണക്കാക്കിയിട്ട് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതോട് കൂടി അതിന് ഇൻകം എടുത്തിട്ടുണ്ടായിരിക്കും. ഇൻകം എടുക്കാതെ നമുക്ക് ടാക്സ് ക്രെഡിറ്റ് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് വേറെ 1-2 കേസുകളിൽ മാത്രമേ പറ്റുള്ളൂ. 194(n) അങ്ങനത്തെ സെക്ഷനിലൊക്കെയാണ് അത് പറ്റുള്ളൂ. 194(n) എന്ന് ഉദ്ദേശിച്ചത് ക്യാഷ് വിഡ്രോവലുള്ള കേസുകൾ, അത് ഇൻകം ആയിട്ടല്ല കണക്കാക്കാം. അത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളൂ. അതുപോലെ ഈ പിടിച്ചിട്ടുള്ള TDS ക്രെഡിറ്റ് അല്ലെങ്കിൽ TCS കളക്ട് ചെയ്തുള്ളതിനെ അതിന്റെ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ, അത് നമുക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻകത്തിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. റിട്ടേൺ ഓഫ് ഇൻകത്തിൽ കാണിക്കാത്ത ഒരു എമൗണ്ട് നമുക്ക് TDS ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് റിട്ടേൺ ഇമ്പോർട്ടന്റ് ആണ്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ വേറൊരു സെക്ഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ നാളെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാള്, നിങ്ങളുടെ കയ്യിൽ TDS കുറെ ഉണ്ട്, ടാക്സ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലേ, നമുക്ക് റിട്ടേൺ നോട്ടീസ് വന്നിട്ടും ഫയൽ ചെയ്തില്ല, പക്ഷെ ഇൻകം എടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് TDSന്റെ ക്രെഡിറ്റ് ഗവൺമെന്റ് തരണം. റീഫണ്ട് തരില്ല, പക്ഷെ ടാക്സ് ലയബിലിറ്റിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അത് വേറൊരു സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പൊ ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടും, പക്ഷെ ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? റിട്ടേണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എമൗണ്ട് റീഫണ്ട് കിട്ടുക, അതേപോലെ ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നോട്ടീസ് വരുന്നതനുസരിച്ച് അസസ്മെന്റ് കഴിഞ്ഞിട്ട് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് അതിലേക്ക് TDS എമൗണ്ട് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് വേറൊരു പ്രൊവിഷനാണ്. ഇതാണ് നമുക്കിപ്പോൾ ഡിഡക്ഷൻ, കളക്ഷൻ അറ്റ് സോഴ്സ് ആൻഡ് അഡ്വാൻസ് പേയ്മെന്റ് സെക്ഷൻ 390 പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, അതിന്റെ മൊഡാലിറ്റീസും അതിന്റെ ക്രെഡിറ്റ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പഴയ സെക്ഷനിലത്തെ 4 സെക്ഷനാണ് ഇതിലേക്ക് കവർ ചെയ്ത് വന്നുള്ളത്. സെക്ഷൻ 190, സെക്ഷൻ 206, സെക്ഷൻ 202, അതുപോലെ 199. അപ്പൊ ക്രെഡിറ്റ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ്. ഇത്രയാണ് നമുക്ക് ഇതിലുള്ളത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്താണ്? ഡയറക്റ്റ് പേയ്മെന്റ്. എന്താണ് ഡയറക്റ്റ് പേയ്മെന്റ് എന്നുള്ളതാണ്.
പഴയ ഇൻകം ടാക്സ് ആക്ടിൽ 191 എന്നുള്ള സെക്ഷനാണ്, അതും ഡയറക്റ്റ് പേയ്മെന്റ് എന്നുള്ള ഇതിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പ്രൊവിഷൻ പ്രകാരം ടി ഡി എസ് പിടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ടി ഡി എസ് പിടിക്കേണ്ടതുണ്ടായിരുന്നു നമ്മൾ പിടിച്ചിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ലയബിലിറ്റി പോവാൻ എനിക്ക് എത്തുമ്പോഴുള്ള ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ അസസിക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്താം. അതിനാണ് ഈ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി ചില കേസുകളിൽ പെർക്വിസിറ്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കുകയാണ്, ഒരു സ്റ്റാർട്ടപ്പ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് അതിന്റെ എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ അതിന് പേയ്മെന്റ് നടത്തുന്നത് ഡയറക്റ്റ് പേയ്മെന്റ് നടത്താനുള്ള പ്രൊവിഷൻ. പക്ഷെ അതിന് ടൈം ലിമിറ്റുകൾ പറയുന്നുണ്ട്, ഏത് ടൈമിന്റെ ഉള്ളിൽ അത് പേയ്മെന്റ് നടത്തണം എന്നുള്ളത്. ഇപ്പൊ ഒരു ടാക്സ് ഇയർ നമുക്ക് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഒരാൾക്ക് വെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്, വെസ്റ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് സ്വെറ്റ് ഇക്വിറ്റിയിൽ. കുറച്ചൊരു മൈൽ സ്റ്റോൺസ് പറഞ്ഞിട്ടുണ്ടോ, ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഷെയർ സെറ്റ് ഇക്വിറ്റി ഷെയർസ് നോർമലി എംപ്ലോയിക്ക് വെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത്ര നാള് നിൽക്കണം, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ടാവും. അത് ഓരോ ഓരോ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള സ്കീംസ് ഉണ്ടാവും. ആ സ്കീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് സർട്ടിഫിക്കറ്റ് ഷെയർസ് കിട്ടുക. ഈ സർട്ടിഫിക്കറ്റ് ഷെയർസ് കിട്ടുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 14 ദിവസത്തിനുള്ളിൽ, ഇപ്പൊ ഈ 2026 മാർച്ചില് ഒരാൾക്ക് ഷെയർസ് വെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതിന്റെ ഡ്യൂ ഡേറ്റ് പറയുന്നത് 6 മന്ത്സ്, സെപ്റ്റംബർ കഴിഞ്ഞ് 14 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് അടയ്ക്കുക, അല്ലെങ്കിൽ ടി ഡി എസ് ആയിട്ട് ഡിഡക്ട് ചെയ്തിട്ട് എംപ്ലോയർക്ക് അടയ്ക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. അല്ലെങ്കിൽ ഈ ഷെയർസ് സെയിൽ ചെയ്തു, ഇപ്പൊ ഈ 6 മാസത്തിന് മുമ്പ് ഇയാൾ ഈ ഷെയർസ് സർട്ടിഫിക്കറ്റ് ഷെയർസ് ഈ എംപ്ലോയി സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിൽ ചെയ്ത ഡേറ്റിൽ നിന്ന് 14 ദിവസത്തിനുള്ളിൽ ഈ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ഒന്നുമില്ല എംപ്ലോയി ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ എംപ്ലോയർ ടി ഡി എസ് ഡിഡക്ട് ചെയ്തിട്ട് അടയ്ക്കണം. ഇനി അസസി ഈ ഈ നമ്മുടെ എംപ്ലോയി ആള് എംപ്ലോയി അല്ലാതെ ആവണം, ഈ കമ്പനിയുടെ എംപ്ലോയി അല്ലാതെ ആവാണ്. അപ്പോൾ ആ ഡേറ്റിൽ നിന്നാണ് 14 ദിവസം കണക്കാക്കേണ്ടത്. എല്ലാത്തിനും 14 ദിവസമാണ് വെക്കുന്നത്. ഒരു ആള് സർട്ടിഫിക്കറ്റ് ഷെയർസ് വിറ്റിട്ടില്ല, അല്ലെങ്കിൽ ആൾ ആ എംപ്ലോയ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നോക്കണേ, ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ആ ഷെയർസ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ളത്, ആ ഇയർ കഴിഞ്ഞ് 6 മന്ത്സ് കഴിഞ്ഞ് 14 ഡേയ്സിന്റെ ഉള്ളിൽ ടാക്സ് അടയ്ക്കാം. അതുപോലെ ആള് ഇവിടുന്ന് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിലിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് 14 ദിവസത്തിനുള്ളിൽ അടയ്ക്കണം. ഇനി ആൾ എംപ്ലോയ്മെന്റ് വിട്ടിട്ടുണ്ടെങ്കിൽ ആ വിട്ട ഡേറ്റിൽ നിന്ന്, ഏത് ഡേറ്റിലാണോ ആൾ ഇവിടുന്ന് പോയിട്ടുള്ളത് ആ ഡേറ്റിനുള്ളിൽ, ആ ഡേറ്റിൽ നിന്ന് 14 ദിവസത്തിനുള്ളിൽ ആളിത് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അതല്ലെങ്കിൽ എംപ്ലോയർ ടി ഡി എസ് ഡിഡക്ട് ചെയ്യണം. അപ്പൊ ഇതാണ് ഡയറക്റ്റ് പേയ്മെന്റിൽ പറയുന്ന കാര്യമാണ്. അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടക്കാം, അല്ലെങ്കിൽ ടി ഡി എസ് ആയിട്ടും അടയ്ക്കാം. അപ്പൊ എംപ്ലോയർ പിടിച്ചിട്ടില്ലെങ്കിൽ അടയ്ക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എംപ്ലോയർ പിടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അടയ്ക്കാതിരിക്കാൻ പറ്റില്ല, നമ്മൾ അടയ്ക്കേണ്ടി വരും, നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. ഇനി എംപ്ലോയർ ഡിഡക്ട് ചെയ്തു, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്തിട്ട് അടച്ചില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല ഡിഡക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്തിട്ട് അടച്ചില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ എംപ്ലോയറെ ഒരു അസസീൻ ഡിഫോൾട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പറയാ. അത് പഴയ സെക്ഷനിലും ഉണ്ട് അസസീൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 201 എന്ന് പറഞ്ഞ സെക്ഷനിൽ 201(1)(a) എന്ന് പറഞ്ഞ സെക്ഷനിലായിരുന്നു അസസീൻ ഡിഫോൾട്ട് എന്ന് പറയാറുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ വന്ന് 398(1) എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഇത് പ്രകാരം അസസീനെ അസസീൻ ഡിഫോൾട്ട് എന്ന് പറയും. ഇപ്പൊ എംപ്ലോയർ ആണ്, ആരാണോ ഡിഡക്ട് ചെയ്യേണ്ടത് അവരത് ഡിഡക്ട് ചെയ്തില്ലെങ്കിൽ അവരെ അസസീൻ ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കുക. അസസീൻ ഡിഫോൾട്ട് ആയി കണക്കാക്കിയ എന്തൊക്കെയാണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് നമുക്ക് കുറച്ച് സ്ലൈഡുകൾ, അടുത്ത സ്ലൈഡുകളിൽ പറയാം. ഇത് 391 ഡയറക്റ്റ് പേയ്മെന്റിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് 392ലേക്ക് കിടക്കാം. അവിടെ തൊട്ടാണ് നമുക്ക് ടി ഡി എസിന്റെ ഇതുകൾ തുടങ്ങുന്നത്. 392 സാലറി ആൻഡ് അക്യുമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ടു എംപ്ലോയി. മുമ്പത്തെ 1961 ആക്ടില് സാലറിക്ക് 192ഉം പേയ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ടു എൻ എംപ്ലോയിക്ക് 192(a) എന്ന് പറഞ്ഞ സെക്ഷനിലും ആയിരുന്നു. ഈ രണ്ട് സെക്ഷനും കൂടി മെർജ് ചെയ്തിട്ട് 392 എന്നുള്ള സെക്ഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ 392 ആണ് ഇപ്പോൾ സാലറിക്കും അക്യുമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ടു എൻ എംപ്ലോയിയുടെ ടി ഡി എസിന്റെ പറയുന്നത്.
392 നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് TDS ഒരു എംപ്ലോയർ ഡിഡക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് റിലവന്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ തൊട്ടേ നിങ്ങൾ പല ഡിക്ലറേഷൻസും അവരുടെ എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫസ്റ്റ് മന്തിൽ തന്നെ നമുക്ക് TDS പിടിച്ചു കൊടുക്കണം. ഓൾറെഡി ഫസ്റ്റ് മന്തിലാണ് സാലറി ആദ്യത്തെ കൊല്ലത്തെ ഈ കൊല്ലത്തെ പുതിയ റിവൈസ് ചെയ്തിട്ട് സാലറികൾ വരാം. അപ്പൊ പല ആൾക്കാർക്കും പല സ്ലാബുകളിലായിരിക്കും പല ഡിഡക്ഷൻസോ കാര്യങ്ങളോ ക്ലെയിം ചെയ്യേണ്ടവരുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ടാക്സ് പിടിക്കേണ്ടത്? അതിനൊരു ആവറേജ് ടാക്സ് റേറ്റ് ആണ് കണക്കാക്കേണ്ടത്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ അസസി നമുക്കൊരു ഡിക്ലറേഷൻ തരണം. അയാൾക്ക് വേറെ വല്ല ഇൻകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ എംപ്ലോയറുടെ ഇൻകം നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ വേറെ വല്ല ഇൻകങ്ങൾ ആൾക്ക് അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ ആളൊരു ഡിക്ലറേഷൻ തരണം. ആ ഡിക്ലറേഷൻ പ്രകാരം എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ട് അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന സാലറിയും കൂടി കൂട്ടിയിട്ട് നമ്മളൊരു ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യും. മിക്കവാറും ന്യൂ സ്കീമോ ഓൾഡ് സ്കീമോ ഏത് വേണമെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ന്യൂ സ്കീം ആണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓൾഡ് സ്കീം ആണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. അതിൽ ഏതാണ് ബെനിഫിഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓപ്റ്റ് ചെയ്ത് അവരടുത്ത് ഡിക്ലെയർ ചെയ്യാം. ഈ ഓൾഡ് സ്കീമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആളുടെ സ്ലാബ് പ്രകാരം ഈ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇൻകം ചിലപ്പോ ഈ എംപ്ലോയി വേറെ എംപ്ലോയറെ എടുത്ത് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടാവും ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവാം. ഇപ്പൊ ഏപ്രിൽ ആള് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, ചിലപ്പോ ഒരു ജൂണോട് കൂടിയൊക്കെയാണ് ആള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഏപ്രിൽ മെയ് ജൂൺ ആൾക്ക് അവിടെ വേറെ എംപ്ലോയറുടെ സാലറി ഉണ്ട്. അപ്പൊ ആള് ഡിക്ലറേഷൻ തരണം, നമുക്ക് ഇത്ര എമൗണ്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിക്ലറേഷൻ തന്നു കഴിഞ്ഞാൽ ആ എമൗണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ എത്ര TDS പിടിച്ചിട്ടുണ്ടോ അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആവറേജ് ഇവിടെ പിടിക്കേണ്ട ടാക്സ് റേറ്റ് അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ സാലറി പേ ചെയ്യുന്ന സമയത്ത് ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എംപ്ലോയിക്ക് സാലറി കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ എംപ്ലോയർ വേണമെങ്കിൽ നോൺ മോണിറ്ററി പെർക്വസിറ്റുമേ, നിർബന്ധമില്ല, വേണമെങ്കിൽ നോൺ മോണിറ്ററി പെർക്വസിറ്റുമേ ചില സിറ്റുവേഷനിൽ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി ടാക്സ് അടയ്ക്കാറുണ്ട്. അത് ചിലപ്പോൾ ഡിഡക്ട് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഡിഡക്ട് ചെയ്യാറില്ല. ഡിഡക്ട് ചെയ്യാണ്ടും അടയ്ക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിരുന്ന സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഡയറക്റ്റ് പേയ്മെന്റുകൾ, സർട്ടിഫിക്കറ്റ് ഷെയർസ് വരുന്ന സമയത്ത് എംപ്ലോയർക്ക് ഡിഡക്ട് ചെയ്യാം. എംപ്ലോയർ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഷെയർസ് ഒരാള് സെയിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആൾക്ക് വെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മന്ത്സിന്റെ ഉള്ളിൽ നമുക്ക് എംപ്ലോയർക്ക് ഡിഡക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ടപ്പുകളൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലത്തെ എംപ്ലോയീസിന് സർട്ടിഫിക്കറ്റ് ഷെയർസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ TDSന്റെ അപ്ലിക്കബിലിറ്റി നോക്കണമെങ്കിൽ ഈ കണ്ടീഷൻസ് നമ്മൾ നോക്കണം. ഒരു ഫിനാൻഷ്യൽ ഇയർ, ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ വെസ്റ്റ് ചെയ്തുള്ളത് ആ ഫിനാൻഷ്യൽ ഇയർ തൊട്ടിട്ട് 6 മന്ത്സ് കഴിഞ്ഞ് 14 ഡേയ്സിന്റെ ഉള്ളിലാണ് നമുക്ക് TDS പിടിക്കേണ്ടത്. അതുപോലെ ആള് സെയിൽ ചെയ്തിട്ടുള്ള 14 ഡേയ്സിന്റെ ഉള്ളിൽ, പിന്നെ ആൾ ഇവിടുന്ന് എംപ്ലോയി അല്ലെങ്കിൽ അവിടുന്ന് എംപ്ലോയി ആവാത്ത അല്ലെങ്കിൽ ഇവിടുന്ന് റിസൈൻ ചെയ്തുള്ള ഡേറ്റ് തൊട്ടിട്ട് 14 ഡേയ്സിന്റെ ഉള്ളിലാണ് നമുക്ക് TDS ഡിഡക്ട് ചെയ്ത് അടയ്ക്കേണ്ടത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് നമ്മളൊന്ന് ഓർത്തിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പുകളുടെ കേസിൽ അത് അപ്ലിക്കബിൾ ആവും. ഇത് കൂടാതെ ഒരു 12BAA എന്ന് പറഞ്ഞ 2 ഡിക്ലറേഷൻ ഉണ്ട്. ഇതിലാണ് അവര് സാലറി, വേറെ എംപ്ലോയറുടെ സാലറി, വേറെ ഇൻകങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് റൂളിൽ 204 എന്ന് പറഞ്ഞ പുതിയ റൂൾ പ്രകാരം 2026 ഇൻകം ടാക്സ് റൂളിലത്തെ റൂൾ 204 പ്രകാരമാണ് ഇത് പറയുന്നത്. ഫോം നമ്പർ 122 ആണ് പുതിയ ഫോം. അപ്പൊ 122 ഫോമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം നമ്മളുടെ എന്തൊക്കെ ഇൻകം ഉണ്ട്, അഡീഷണൽ വേറെ ഇൻകങ്ങൾ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ അതിൽ ഡിക്ലെയർ ചെയ്യേണ്ടത് ഈ ഫോമിലാണ്. ഫോം നമ്പർ 122. അപ്പൊ നമുക്ക് ഈ ഏപ്രിൽ തൊട്ടിട്ട് എംപ്ലോയി കൊടുക്കേണ്ട ഫോം 122 എന്ന് പറഞ്ഞുള്ള ഫോമാണ്. ഇനി പെർക്വിസിറ്റുകളുടെ കേസിൽ എംപ്ലോയിക്ക് ഒരു ഫോം കൊടുക്കേണ്ടതുണ്ട്. പണ്ട് 12BA എന്ന് പറഞ്ഞ ഫോമായി നമ്മൾ റിട്ടേണിംഗ് ഫയൽ ചെയ്യുന്ന സമയത്ത് കാണാം. ഈ ഫോം നമ്പർ 16 കൂടെ തന്നെ ഫോം നമ്പർ 16ന്റെ കൂടെ 12BA എന്ന് പറഞ്ഞുള്ള ഒരു ഫോം കൂടി കാണാം. ഈ 12BA എന്ന് പറഞ്ഞുള്ള ഫോം ഇപ്പൊ പുതിയ ഫോം ആയിട്ടുള്ളത് ഫോം നമ്പർ 123 എന്ന് പറഞ്ഞത്. അപ്പൊ എംപ്ലോയർ ഇഷ്യൂ ചെയ്യേണ്ടത് 123 ഫോമാണ്. പെർക്വിസിറ്റിന് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് ഇഷ്യൂ ചെയ്യേണ്ട ഫോം 123 ആണ്. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ സാലറി 1,50,000 കൂടുമ്പോൾ സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് വരുള്ളൂ. 1,00,000 താഴെയാണെന്ന് വെച്ചാൽ 1,50,000 താഴെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോം നമ്പർ 130 പഴയ ഫോം നമ്പർ 16ല് തന്നെ ഒരു കോളത്തിൽ ഇത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ 1,50,000 താഴെയാണ് സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
1,00,000 താഴെയാണ് സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 130 ഇഷ്യൂ ചെയ്യാം. ഇനി 1,00,000 മീതിയാണ് സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 123 ഫോമിലാണ് ഈ പെർക്വിസിറ്റ്സിന്റെ ഡീറ്റെയിൽസ് എംപ്ലോയിക്ക് കൊടുക്കേണ്ടത്. ഇനി എംപ്ലോയർ ഇപ്പൊ ചില കേസുകളിൽ എംപ്ലോയിക്ക് കുറെ ഡിഡക്ഷൻസും കാര്യങ്ങളും ഇപ്പൊ HRA ഡിഡക്ഷൻസ് ഉണ്ടാവാം, അതുപോലെ ലീവ് ട്രാവൽ അലവൻസിന്റെ ഡിഡക്ഷൻസ് ഉണ്ടാവാം, അതുപോലെ ഹൗസിംഗ് ലോണിന്റെ ഡിഡക്ഷൻസ് ഉണ്ടാവാം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എംപ്ലോയർക്ക് എംപ്ലോയി ഒരു ഫോം കൊടുക്കണം. അതാണ് ഫോം നമ്പർ 124. മുമ്പത്തെ റൂൾ പ്രകാരം 12BB എന്ന് പറഞ്ഞ ഫോം ആയിരുന്നു. 12BB എന്ന് പറഞ്ഞ ഫോമിനെ റീപ്ലേസ് ചെയ്തിട്ട് 124 എന്നുള്ള ഫോമാണ് ഇപ്പൊ ആയിട്ടുള്ളത്. ഈ ഫോം പ്രകാരം ഹൗസ് റെന്റ് അലവൻസിന്റെ ഡീറ്റെയിൽസിൽ എന്തൊക്കെയാ പറയുന്നത്? നെയിം വേണം, അഡ്രസ് വേണം, പാൻ വേണം. ഇതാരുടെ? ലാൻഡ് ലോഡിന്റെ നെയിം, അഡ്രസ്, പാൻ. ഇത് 1,00,000 രൂപയ്ക്ക് കൂടുതൽ റെന്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് വേണ്ടു. പിന്നെ ഇതിന് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി അതിൽ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ഡിസ്ക്ലോസ് ചെയ്യണം. ഇത് പല ആൾക്കാരും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛന്റെ അമ്മേരും കൂടെയാവും താമസിക്കുന്നുണ്ടാവും, പക്ഷെ അവരായിട്ട് റെന്റ് അഗ്രിമെന്റ് എഴുതിയിട്ട് റെന്റ് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ട് ഡിഡക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് റിലേഷൻഷിപ്പും കൂടി ഡിസ്ക്ലോസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ലാൻഡ് ലോഡ് ആയിട്ടുള്ള ഈ എംപ്ലോയറെ റിലേഷൻഷിപ്പും കൂടി ഡിസ്ക്ലോസ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ലീവ് ട്രാവൽ അലവൻസ് ഉണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ആണെങ്കിൽ നെയിമും ലെൻഡറിന്റെ പാനും നെയിമും വേണം. പിന്നെ ഇനി വേറെ വല്ല ഡിഡക്ഷൻ, ചാപ്റ്റർ 8 വേറെ വല്ല ഡിഡക്ഷൻസ്, നമുക്ക് ഈ ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് വേണം. ഈ പേയ്മെന്റിന്റെ എവിഡൻസും കൊടുക്കണം. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഫോം നമ്പർ 124 എന്ന് പറഞ്ഞ ഫോമിലാണ് ഈ ഡീറ്റെയിൽസുകൾ എംപ്ലോയി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സ്പെസിഫൈ ചെയ്തിട്ടുള്ള നമ്മളെ ഷെഡ്യൂൾ 11 അക്യുമുലേറ്റഡ് ബാലൻസ് ചില സമയങ്ങളിൽ ടാക്സബിൾ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഈ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക്. അങ്ങനെ സിറ്റുവേഷനിൽ അത് കൊടുക്കുമ്പോൾ എംപ്ലോയർ എൻഷുർ ചെയ്യണം ടാക്സ് ഡിഡക്ട് ചെയ്തെന്നുള്ളത്. അത് പിടിക്കാതിരിക്കാനുള്ള പ്രൊവിഷൻസ്, അല്ലെങ്കിൽ TDS പിടിക്കാതിരിക്കാനുള്ള സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് താഴെ സർവീസ് റെൻഡർ ചെയ്തുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സിന്റെ അപ്ലിക്കബിലിറ്റി വരില്ല, ടാക്സബിൾ അല്ല. 5 കൊല്ലത്തേക്ക് താഴെ ഉണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. 5 കൊല്ലത്തേക്ക് താഴെ ഉണ്ടെങ്കിൽ അവർക്ക് TDS പിടിക്കേണ്ട. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആൾ അവിടെ നിന്ന് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ TDSന്റെ അപ്ലിക്കബിലിറ്റി ഇല്ല. 5 കൊല്ലത്തിന് മുമ്പ് ആൾ അവിടെ നിന്ന് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TDS അടയ്ക്കേണ്ടി വരും. ഇനി ഈ 5 ഇയറിന്റെ ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. എപ്പോഴാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇൽനെസ് കൊണ്ടോ അങ്ങനെ, അല്ലെങ്കിൽ ഇൽ ഹെൽത്ത് കൊണ്ടോ, അല്ലെങ്കിൽ ആ എംപ്ലോയർ ആ ബിസിനസ് ക്ലോസ് ചെയ്യുക, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് ഇയാൾ അവിടെ നിന്ന് പോരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 5 കൊല്ലം ആയിട്ടില്ലെങ്കിലും അതിന്റെ ടാക്സബിലിറ്റി ഇല്ല. അപ്പോൾ ഇതിന്റെ TDSന്റെ പ്രൊവിഷൻസ് അതിന് അപ്ലിക്കബിൾ ആവില്ല. അപ്പൊ TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് വേണ്ടി. പിന്നെ ഇത് വേറെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിൽക്കുക. അങ്ങനെയാണെങ്കിലും അതിന് TDSന്റെ അപ്ലിക്കബിലിറ്റി വരില്ല. അതുപോലെ പെൻഷൻ സ്കീമിലേക്ക് സെക്ഷൻ 124 പെൻഷൻ സ്കീമിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇതിന് TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് മേജർ ആയിട്ട് വരുന്നത്. ഈ ഫോറിൻ കറൻസിയിൽ പേയ്മെന്റ് നടത്തുന്ന സമയത്ത്, ഫോറിൻ കറൻസിയിൽ സാലറിയിൽ പേയ്മെന്റ് നടത്തുമ്പോൾ അതിനെ ഏത് റേറ്റിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫോറിൻ കറൻസിയിലാണ് സാലറി കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൺവേർട്ട് ചെയ്യേണ്ട റേറ്റ് പറയുന്നത് ബൈയിങ് റേറ്റ് ഓൺ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ മന്ത് ഇൻ വിച്ച് സാലറി ഈസ് ഡ്യൂ. ഈ ഡേറ്റിലാണ് ഡ്യൂ, ഈ ഫിനാൻഷ്യൽ ഇയറിലാണ്, അല്ലെങ്കിൽ ഡ്യൂ ആവുന്നത് ഈ മാർച്ചിലത്തെ ഡ്യൂ ആവുന്നത് ഏപ്രിൽ 5-ാം തീയതി ആണെങ്കിൽ കഴിഞ്ഞ മാസത്തെ 31-ാം തീയതിയിലത്തെ ഡേറ്റിലത്തെ ടെലഗ്രാഫിക് ട്രാൻസ്ഫർ ബൈയിങ് റേറ്റ്, ഇതിന്റെ കറൻസിയുടെ ബൈയിങ് റേറ്റ് വെച്ചിട്ട് വേണം, ലാസ്റ്റ് ഡേറ്റിലത്തെ ബൈയിങ് റേറ്റ് വെച്ചിട്ട് വേണം ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് വേണം TDS ഡിഡക്ട് ചെയ്യാൻ. ഇത്രയാണ് 392 എന്ന് പറഞ്ഞ സെക്ഷനിലുള്ളൂ. അതിന്റെ പഴയ സെക്ഷൻ 192 ആണ്. അതിന് റീപ്ലേസ് ചെയ്തുള്ളതാണ് സെക്ഷൻ 392 എന്നുള്ള സെക്ഷൻ. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള സെക്ഷനിലേക്ക് കടക്കുന്നത്. ഇത് TDSന്റെ പ്രൊവിഷൻസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ വലിയൊരു മാറ്റം വന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ സെക്ഷൻ വൈസ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇതൊരു ടാബുലാർ ഫോമാറ്റിലേക്ക്
മാറ്റി. അപ്പോൾ ടാബുലർ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പഴയ സെക്ഷനിലുള്ള പോലെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഇല്ല. ഞാൻ ആ സെക്ഷൻ ഒന്ന് എടുക്കാം. ഇങ്ങനെയാണ് സെക്ഷൻ വരുന്നത്. 392, 393 ടാക്സ് ടു ബി ഡിക്ലെയർഡ് സോഴ്സ്. അതിൽ 393 1 പറയുന്നുണ്ട്. വണ്ണിലാണ് നമുക്ക് റെസിഡന്റിനുള്ള പേയ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അതിലത്തെ ഓരോ ഓരോ സെക്ഷനുകളിൽ ഇത് അവിടുത്തെ ഓരോ സെക്ഷനാണ് ഇവിടുത്തെ ഈ ഇതായിട്ട് വരുന്നത്, ഒരു ക്ലോസസ് ആയിട്ട് വരുന്നത്. 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സെക്ഷനാണ്. ഇപ്പൊ 194 194H എന്ന് പറഞ്ഞ സെക്ഷനാണ് ബ്രോക്കറേജ് വന്നിരുന്നത്. ഈ ബ്രോക്കറേജിൽ 194D എന്ന് പറഞ്ഞ സെക്ഷനും അപ്ലിക്കബിൾ ആയിരുന്നു. ഇതിൽ നോക്കിയാൽ കാണാം 194 ആദ്യത്തെ 393 സീരിയൽ നമ്പർ 1 കമ്മീഷൻ ഓർ ബ്രോക്കറേജ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 194D ഇൻഷുറൻസ് കമ്മീഷനാണ്. ഇപ്പൊ ഇൻഷുറൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഇതിൽ TDS റേറ്റും കാര്യങ്ങളൊക്കെയും ഇതിൽ പറയുന്നുണ്ട്. TDS റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഇൻ ഫോഴ്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചുള്ളത്. ഇത് ടേബിളുകളിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാം. 3 കോളാണ് ഇതിൽ ഉണ്ടാവുക. ആദ്യത്തെ കോളത്തിൽ പറയുന്നത് നേച്ചർ ഓഫ് ഇൻകം ഓർ സം. അവിടെയാണ് എന്താണ് നേച്ചർ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോളത്തിൽ എന്താ പറയുന്നത്, ആരാണ് പേയർ എന്നുള്ളത്, ആരാണ് പേ ചെയ്യുന്നത്. ആ പേ ചെയ്യുന്ന ആളുകളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ന ആൾക്കാരാണ് പേ ചെയ്യുന്നത്. ഇനിയാണ് വരുന്നത് റേറ്റും ത്രഷോൾഡും D കോളത്തിൽ. ഇപ്പൊ നമുക്ക് പലയിടത്തും റെഫറൻസ് ഇവർ പറയുമ്പോൾ ചിലപ്പോ സീരിയൽ നമ്പർ 1 C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റെഫർ ചെയ്യുന്നത് ഈ കോളം സീനെയാണ്, അല്ലെങ്കിൽ D എന്ന് പറഞ്ഞ ഈ കോളം ഡീനെയാണ്. അപ്പൊ നമ്മൾ ആ റെഫറൻസുകൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. ചില കേസുകളിൽ അത് കാണിക്കുന്നുണ്ട് താഴെ, ഞാൻ അത് പറഞ്ഞു പോവാം. ഇപ്പൊ ഇവിടെ ഇൻഷുറൻസ് കമ്മീഷന് ത്രഷോൾഡ് പറഞ്ഞുള്ളത് 20,000 റുപ്പീസ് ആണ്. ആര് പേ ചെയ്താലും 20,000 മീതെ ഇൻഷുറൻസ് കമ്മീഷൻ പേ ചെയ്ത് കഴിഞ്ഞാൽ TDS പിടിക്കണം. അപ്പൊ റേറ്റ് എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും, ഏത് റേറ്റിലാണ് പിടിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ റേറ്റ് ഇൻ ഫോഴ്സ് എന്ന് പറയും. ഈ റേറ്റ് ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻസ് ആക്ടില് ഷെഡ്യൂൾ 1 റേറ്റുകൾ ഓരോന്നിനും പറയുന്നുണ്ട്. അതാണ് റേറ്റ് ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ചില കേസുകളിൽ നമുക്ക് സ്ലാബ് റേറ്റുകൾ വരും, ഇൻഡിവിജ്വൽ റേറ്റുകൾ വരുന്നതിൽ സ്ലാബ് റേറ്റ്. ഇപ്പൊ ഈ ഒരു കേസിൽ ഫിനാൻസ് ആക്ടില് ഇൻഷുറൻസ് കമ്മീഷന് പറയുന്ന റേറ്റ് 2% ആണ്. അപ്പൊ 2% ആണ് ഇൻഷുറൻസ് കമ്മീഷൻ നമ്മൾ TDS ഡിഡക്ട് ചെയ്യേണ്ടത്. ഇനി വേറെ വല്ല കമ്മീഷൻ ഉണ്ടെങ്കിൽ അതർ ദാൻ ഇത്, അങ്ങനത്തെ എന്തെങ്കിലും വേറെ കമ്മീഷൻ ഉണ്ടെങ്കിൽ TDS പിടിക്കേണ്ടത് 20,000 തന്നെയാണ്. പക്ഷെ അവിടെ ഉപയോഗിച്ചുള്ള വാക്ക് എന്നാണ് സ്പെസിഫൈഡ് പേഴ്സൺ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചുള്ളത്. അപ്പൊ ഈ സ്പെസിഫൈഡ് പേഴ്സൺ എന്താണെന്നുള്ളത് നോക്കണം. പണ്ടൊക്കെ ഈ സ്പെസിഫൈഡ് പേഴ്സൺ, ഡെസിഗ്നേറ്റഡ് പേഴ്സൺ, അങ്ങനത്തെ ഡെഫിനിഷൻസ് ഒക്കെയും അതത് സെക്ഷനിലായിരുന്നു വന്നിരുന്നത്. ഇപ്പോ ഈ സെക്ഷൻ 194D ഉണ്ടായിരുന്ന കാര്യങ്ങള് വേറൊരു എക്സ്പ്ലനേഷൻസും അതേപോലെ ഡെഫിനിഷൻസ് ഒക്കെയും സെക്ഷൻ 402 എന്നുള്ള സെക്ഷനിലേക്ക് അവർ മാറ്റി. 402 ഈ സ്പെസിഫൈഡ് പേഴ്സൺ പറയും. എന്താണ് സ്പെസിഫൈഡ് പേഴ്സൺ? സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 1 കോടിയൊക്കെ കൂടുതൽ ബിസിനസ് ഉള്ളവരാണെങ്കിൽ 1 കോടിയൊക്കെ കൂടുതൽ ടേൺ ഓവറും, പ്രൊഫഷൻ ആണെങ്കിൽ 50 ലക്ഷത്തിന് മീതെ ഗ്രോസ് റിസീറ്റ് ഉള്ള ആളുകൾ. ഇനി ഇൻഡിവിജ്വൽ അല്ലാത്തതിൽ എനി അതർ പേഴ്സൺ. അപ്പോൾ ഫേം, കമ്പനി എല്ലാം അതിൽ പെടും. അപ്പൊ സ്പെസിഫൈഡ് പേഴ്സണിൽ പറയുന്നത് ഇൻഡിവിജ്വലും പെടും. ഇൻഡിവിജ്വലിൽ ടാക്സ് ഓഡിറ്റ് ഉള്ള ആൾക്കാർ, അതുപോലെ പ്രൊഫഷണലാണെങ്കിൽ 50 ലക്ഷത്തിന് മീതിയുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരാണ് ഇൻഡിവിജ്വൽ HUF-ലും പെടുള്ളൂ. അല്ലാത്ത കമ്പനി, പാർട്ണർഷിപ്പ്, LLP ഇതൊക്കെ അതിൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇതാണ് സ്പെസിഫൈഡ് പേഴ്സൺ. സ്പെസിഫൈഡ് പേഴ്സന്റെ ഡെഫിനിഷൻ അങ്ങനെ: എനി പേഴ്സൺ നോട്ട് ബീയിങ് ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർ individual or Hindu undivided family whose sales, gross receipts, turnover from business or profession carried on by him exceed 1 crore, and in case of profession
if it exceeds 50 lakh rupees immediately preceding previous year എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോ കഴിഞ്ഞ കൊല്ലത്തെ വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ലിമിറ്റ് ഈ കൊല്ലത്തെ ലിമിറ്റ് വെച്ചിട്ടല്ല നോക്കേണ്ടത്, പ്രീവിയസ് ഇയറിന്റെ ലിമിറ്റ് വെച്ചിട്ട് വേണം നോക്കേണ്ടത്. അപ്പൊ ഇതാണ് കമ്മീഷൻ ബ്രോക്കറേജിന്റെ. അപ്പൊ കമ്മീഷൻ ബ്രോക്കറേജിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ചുണ്ട്. അപ്പൊ അതിലൊന്ന് കവർ ചെയ്യാനുള്ളത്, നമുക്ക് ചില സ്റ്റാമ്പിന്റെ ബ്രോക്കേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കമ്മീഷൻ എടുക്കുമ്പോൾ അവര് ഇപ്പോഴത്തെ സിനാരിയോ അല്ല, പണ്ടത്തെ എങ്ങനെ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ മേടിക്കുമ്പോൾ അതിലൊരു ചെറിയൊരു അവര് മേടിച്ചു വെക്കുന്ന ചെറിയൊരു മാർജിൻ അവർക്ക് കിട്ടുന്നുണ്ട്. അത് കമ്മീഷൻ നേച്ചർ അല്ല എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിക്ക് ഡിസിഷൻ ഉണ്ട്. അപ്പൊ അവരുടെ കേസുകളിൽ TDSO കാര്യങ്ങളോ TDS ഒന്നും അവർക്ക് വരില്ല. അതുപോലെ ഇപ്പൊ പക്ഷെ പുതിയ സ്റ്റാമ്പിന്റെ ഇത് വന്നപ്പോ എനിക്ക് തോന്നുന്നു അവർക്ക് കമ്മീഷൻ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതിന് ഈ കേസിന്റെ അപ്ലിക്കബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് ഇത് അപ്ലിക്കബിൾ ആവുന്നുള്ള ഇനി ഡിസിഷൻ വന്നാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ പ്രിൻസിപ്പൽ ടു പ്രിൻസിപ്പൽ ട്രാൻസാക്ഷൻ ഉള്ള കേസുകളിൽ ഇപ്പൊ ഒരു ഏജന്റും പ്രിൻസിപ്പളും ഉണ്ടെങ്കിൽ ഇവിടെ കമ്മീഷൻ നേച്ചർ ആയിട്ട് വരും, അത് ബ്രോക്കറേജ് കമ്മീഷനിൽ പെടുത്തും. പക്ഷെ പ്രിൻസിപ്പൽ ടു പ്രിൻസിപ്പൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ കമ്മീഷന്റെ പരിധിയിൽ അത് പെടില്ല. അതുപോലെ അഡ്വർടൈസിങ് ഏജൻസീസ് അവർക്ക് ഡിസ്കൗണ്ടുകൾ കൊടുക്കും. അഡ്വർടൈസിങ് ഏജൻസികൾക്ക് ചാനൽസും അതുപോലെ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഡിസ്കൗണ്ടുകൾ കൊടുക്കും. പ്രാക്ടിക്കലി നോക്കിയാൽ ഒരു കമ്മീഷൻ എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ഡിസ്കൗണ്ടിന്റെ നേച്ചറിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് TDS പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ചാനൽസ് ഒക്കെ പേയ്മെന്റ് ഈ ഏജൻസികൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഡിഫറൻഷ്യൽ എമൗണ്ട് നമുക്ക് നോർമലി ഒരു 1,00,000 രൂപ വരെ നമുക്ക് ഒരു കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടിയിൽ നിന്ന് ഒരു അഡ്വർടൈസ്മെന്റ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 15% കഴിഞ്ഞ് 85,000 ആയിരിക്കും മിക്കവാറും കമ്പനി ചാനൽസിനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിനോ കൊടുക്കാം. ആ 15% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം കമ്മീഷനാണ് ശരിക്കും. പക്ഷെ ആ കമ്മീഷൻ എന്നുള്ളതിലെല്ലാം പെടുത്തിയിട്ടുള്ളത് കമ്മീഷന്റെ TDSന്റെ അപ്ലിക്കബിലിറ്റി അതിനില്ല. അതിപ്പോ ഓൾറെഡി ഒരു സർക്കുലർ ഉണ്ട്, 5/2016 എന്ന് പറഞ്ഞ സർക്കുലർ ഉണ്ട്. ഇപ്പൊ പുതിയ സർക്കുലർ ഇല്ലെങ്കിലും നമുക്ക് അതിന് ഈ സർക്കുലറിന് പഴയ പുതിയ ആക്ടിലും അപ്ലിക്കബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതാണ് കമ്മീഷന്റെ ആംഗിളിലുള്ളത്. ഇനി നമുക്ക് റെന്റിന്റെ ഇതിലേക്ക് പോവാം. റെന്റിൽ ഇവിടെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 194I എന്ന് പറഞ്ഞുള്ള സെക്ഷനാണ്. മറ്റേത് ഇപ്പോ ഈ 393 കമ്മീഷനും ബ്രോക്കറേജില് ആദ്യത്തെ 2 സെക്ഷനും കവർ ചെയ്തു. 194D കവർ ചെയ്തു, 194H കവർ ചെയ്തു. ഇനി സീരിയൽ നമ്പർ 2 വരുന്നത് റെന്റ് ലിങ്ക് ആണ്. ഈ റെന്റ് ലിങ്കത്തില് 2 സെക്ഷൻ കവർ ചെയ്യുന്നുണ്ട്. ഒന്ന് 194I എന്ന് പറഞ്ഞ സെക്ഷൻ റെന്റിന്റെ, പിന്നെ 194IB പേയ്മെന്റ് ഓഫ് റെന്റ് ബൈ സർട്ടൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അത് ഇപ്പോ ഇതിലും ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് TDS ലയബിലിറ്റി വരുന്ന ആൾക്കാരുണ്ട്. അതിൽ സ്പെസിഫൈഡ് പേഴ്സൺ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എനി ഇൻകം ബൈ വേ ഓഫ് റെന്റ് പേഴ്സൺ അതർ ദാൻ സ്പെസിഫൈഡ് പേഴ്സൺ. അപ്പോ സ്പെസിഫൈഡ് പേഴ്സൺ അല്ലാത്ത ആരെങ്കിലും റെന്റ് 50,000 രൂപയൊക്കെ കൂടുതൽ പെർ മന്ത് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ 2% TDS നിർബന്ധമായിട്ടും പിടിക്കണം. ഇതില് ഒരു സെപ്പറേറ്റ് ഒരു ചലാൻ കം ടാക്സ് പേയ്മെന്റ് ഒരു ഇതാണ് ചലാൻ കം റിട്ടേൺ ഫോമാണ് 26QC എന്ന് പറഞ്ഞുള്ള ഫോമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ആ ഫോം മാറിയിട്ടുണ്ട്. ഇപ്പൊ 141 എന്ന് പറഞ്ഞ ഫോം പ്രകാരമാണ് ഈ ചലാൻ കം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോ ഒരു വ്യക്തി, ആൾക്ക് ബിസിനസ് ഒന്നും ഇല്ല, അല്ലാത്തൊരു വ്യക്തി, ഞാൻ പേഴ്സണലി എനിക്ക് ബിസിനസ് ഒന്നും ഇല്ലാത്ത ആളാണ്. ഞാനൊരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു വീട് ഞാൻ വാടകയ്ക്ക് എടുത്ത് ഞാൻ 50,000 രൂപയൊക്കെ കൂടുതൽ പെർ മന്ത് ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ 2% TDS പിടിച്ചിട്ട് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഈ 26QC എന്ന് പറഞ്ഞ ഫോമിൽ നമ്മൾ റിട്ടേണും ഫയൽ ചെയ്യണം. നോക്കേണ്ടത് പെർ മന്ത് ആണ്. അപ്പൊ ഒരിക്കലും നമ്മൾ പണ്ടുണ്ടായിരുന്ന ത്രഷോൾഡ് എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർലി ആയിരുന്നു. 2,40,000 രൂപ ഇയർലി ആയിരുന്നു. ബിസിനസ്സുകൾക്കായിരുന്നു. ഇതിന് ഓൾറെഡി അതിന് സെപ്പറേറ്റ് ഒരു ലിമിറ്റ് തന്നെയായിരുന്നു. പക്ഷെ ബിസിനസ്സുകൾക്ക് 2,40,000 രൂപയായിരുന്നു. അപ്പൊ അത് മാറിയിട്ടാണ് ഇപ്പൊ ആ ഒരു ഇത് നോക്കരുത്. ഇപ്പൊ എല്ലാത്തിനും 194I IB പെർ മന്ത് റെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. പെർ മന്ത് 50,000 കൂടുതലുണ്ടെങ്കിൽ 3 മാസം ചിലപ്പോ നമ്മൾ റെന്റിന് എടുത്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം ചിലപ്പോ അല്ലെങ്കിൽ 2 ലക്ഷം നമ്മൾ അടച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ TDS പിടിക്കാൻ ബാധ്യസ്ഥരാണ്. 6 ലക്ഷം എന്ന് ആരും വിചാരിക്കരുത്. 50,000 ഇൻറ്റു 12 6 ലക്ഷമാണ് ലിമിറ്റ് എന്ന് വിചാരിക്കരുത്. അതല്ല ലിമിറ്റ്. 50,000 പെർ മന്ത് ആണ്
ലിമിറ്റ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നമുക്ക് TDS റെന്റിന്റെ കേസിൽ. ഈ റെന്റിന്റെ കേസിൽ നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോ വെയർ ഹൗസ് ചാർജസൊക്കെയും ഇത് ആദ്യത്തെ ക്ലോസിൽ, രണ്ടാമത്തെ ക്ലോസിലാണ് നമുക്ക് വരുന്നത്. അത് സ്പെസിഫൈഡ് പേഴ്സന്റെ റെന്റ് കൊടുക്കുന്ന സമയത്താണ്. ഒരു സ്പെസിഫൈഡ് പേഴ്സൺ റെന്റ് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് അവർ TDS പിടിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത്. അതിൽ റേറ്റ് എത്രയാണ് പറയുന്നത്? ലാൻഡ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ 10% ആണ് TDS വരുന്നത്. ഇനി അതല്ല മെഷീനറി പ്ലാന്റ് ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2% ആണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. അവിടെ ത്രഷോൾഡ് വരുന്നത് 50,000 പെർ മന്ത് ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാൻഡ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ഒരു അഗ്രിമെന്റ് എഴുതി. ലാൻഡും ബിൽഡിംഗും കൊടുത്തു, അതിന്റെ കൂടെ നമ്മൾ പ്ലാന്റും മെഷീനറിക്കും സെപ്പറേറ്റ് ഒരു അഗ്രിമെന്റ് എഴുതിയാല് ഈ ത്രഷോൾഡ് നോക്കുമ്പോൾ രണ്ടും കൂടിയുള്ളതാണ് നോക്കേണ്ടത്. ഈ രണ്ട് അഗ്രിമെന്റിലും സെപ്പറേറ്റ് അഗ്രിമെന്റ് ആണെങ്കിലും എമൗണ്ട് നോക്കേണ്ടത് ഈ രണ്ടും കൂടി കൂട്ടിയിട്ട് വേണം നോക്കേണ്ടത്. അത് 50,000 കടന്നു കഴിഞ്ഞാൽ നമുക്ക് TDS പിടിക്കേണ്ടത് നിർബന്ധവും. ഇതില് സെക്ഷൻ 393(1) നമ്മൾ പിന്നെയും വരാവുന്ന ചില സിനാരിയോസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ വെയർ ഹൗസ് ചാർജസ് നമ്മൾ കൊടുക്കും ചിലപ്പോ. വെയർ ഹൗസ് ചാർജസ് എങ്ങനെയായിരിക്കും? വെയർ ഹൗസിന് നമുക്ക് ഒരു ഡിമാർക്കേറ്റ് ചെയ്ത് നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് നമ്മുടെ എക്സ്ക്ലൂസീവ് കൺട്രോൾ യൂസ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലെറ്റിംഗ് ഔട്ട് പോലെ തന്നെയാണ് കണക്കാക്കുക. ആ റെന്റ് ലിങ്ക് എത്തുമ്പോൾ 10% തന്നെ TDS പിടിക്കണം. അതുപോലെ കോൾഡ് സ്റ്റോറേജ് ആണ് നമുക്ക് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെന്റിലല്ല പെടാം. റെന്റിൽ പെടുത്തേണ്ട ആവശ്യമില്ല. റെന്റിന്റെ പരിധിയിൽ അത് കവർ ചെയ്യില്ല. അത് കോൺട്രാക്ച്വൽ നേച്ചറിലാണ് 194(c) നമുക്ക് പെടുത്തുക. വെച്ചാൽ ആ ഫെസിലിറ്റി ഉപയോഗിക്കാനുള്ള ഒരു ഇത് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ കോൾഡ് സ്റ്റോറേജിൽ. പക്ഷെ സാധാരണ ഒരു ഗോഡൌണിൽ അങ്ങനെയല്ല. സാധാരണ ഒരു ഗോഡൌണിൽ നമുക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക. കോൾഡ് സ്റ്റോറേജിൽ അങ്ങനെയല്ല. കോൾഡ് സ്റ്റോറേജിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെയും കോൾഡ് സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുടെ ആയിരിക്കും. നമുക്ക് ആ ഒരു ഏരിയയിൽ അത് വെക്കാനുള്ള ഒരു റൈറ്റ് മാത്രമേ നമുക്ക് തരുള്ളൂ. ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയും അവരുടെ കയ്യിൽ. അതുകൊണ്ടാണ് കോൾഡ് സ്റ്റോറേജ് 194(c) വരെ റെന്റിന്റെ പരിധിയിൽ പെടില്ല. ഇനി ചില സിറ്റുവേഷനിൽ നമ്മളിപ്പോ ഹോട്ടൽ റൂംസ് ഒക്കെ റെന്റിന് എടുക്കും. ഈ ഹോട്ടൽ റൂംസ് റെന്റിന് എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണെങ്കിൽ, ചില ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഒരു ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹോട്ടലിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തു. പെർ മന്ത് നമ്മളൊരു 60,000 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ TDS അപ്ലിക്കബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ റെഗുലർ അല്ല എന്ന് വെച്ചിട്ടുണ്ട്. റെഗുലർ അല്ല, നമ്മളിപ്പോ ഒരു വൺ ടൈം ആയിട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ TDSന്റെ അപ്ലിക്കബിലിറ്റി ഇല്ല. അപ്പൊ റെഗുലർ ആയിട്ടുള്ള ഇപ്പൊ ഒരു റെഗുലർ പീരീഡിൽ നമ്മൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും TDS ഡിഡക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 50,000 രൂപയ്ക്ക് കൂടുതൽ പെർ മന്ത് വന്നു കഴിഞ്ഞാൽ TDS നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഇനി ഈ റെന്റിന്റെ തന്നെ നമ്മൾ എല്ലാവർക്കും ഒരു വരാവുന്ന സിനാരിയോ ആണ്. ഇപ്പോ റെന്റ് ചിലപ്പോ 50,000 രൂപയ്ക്ക് കൂടുതലുണ്ടാവും. പക്ഷെ അതൊരു 4 ജോയിന്റ് ഓണേഴ്സ് ആണ്, 4 ബ്രദേഴ്സിനാണ് പോകുന്നത്. 1,00,000 രൂപ പെർ മന്ത് റെന്റ് ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ TDSന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ടാവും. ജോയിന്റ് ഓണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് അവര് ഷെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്ത് ആർക്കെങ്കിലും 50,000 മീതെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് TDS പിടിച്ചാൽ മതി. ഇനി സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ 25,000 രൂപ ഒരാൾക്ക് വരുള്ളൂ. അപ്പൊ 25,000 രൂപ വന്നു കഴിഞ്ഞാൽ TDS പെർ മന്ത് ആവശ്യമില്ല. അപ്പൊ TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ജോയിന്റ് ഓണർഷിപ്പിൽ റെന്റിന് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് നമുക്ക് TDS ഡിഡക്ട് ചെയ്യാതെ ഇരിക്കാം. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് 393 സീരിയൽ നമ്പർ 3, അതില് സബ് ക്ലോസ് 1. അതിൽ പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലെ any consideration for transfer of any immovable property other than agricultural land. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് എത്ര രൂപയുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കും? ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 50 ലക്ഷത്തിന് മീതി ആണെങ്കിൽ 1% TDS പിടിക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള സെക്ഷൻ പഴയ ഇൻകം ടാക്സ് ആക്ടില് 194(IA) എന്നുള്ള സെക്ഷൻ ആണ്. അത് പ്രകാരം നമ്മൾ TDS പിടിക്കണം. ഇപ്പൊ ഇനി ആ സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഇവിടെയാണ് കവർ ചെയ്യുന്നത്. 3-ല്
സബ് ക്ലോസ് 1, പേഴ്സൺ അതർ ദൻ ഹു ആർ റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ സീരിയൽ നമ്പർ 33. ഇതിൽ പറയുന്നത് എല്ലാവരും കവേർഡ് ആണ്. ഈ മൂന്നാമത്തെ ക്ലോസിൽ പറഞ്ഞുള്ളതല്ലാതെ ബാക്കി എല്ലാവരും ഇതിൽ കവേർഡ് ആണ്. പിന്നെ ഇതിൽ എങ്ങനെയാണ് ആ കൺസിഡറേഷൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്? കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡോക്യുമെന്റിൽ പറഞ്ഞുള്ള വാല്യൂ ആണ്. ഇതിലും ചില സിനാരിയോസ് കവർ ചെയ്യാറുണ്ട്. ഇപ്പോ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ എങ്ങനെയാണ് വരാന്നുള്ളതാണ്. ഇപ്പോ 75 ലക്ഷമാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസിഡറേഷൻ വെച്ചുള്ളത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അത്ര തന്നെയാണെന്ന് വെച്ചാൽ വിച്ച് എവർ ഈസ് ഹയർ എടുക്കേണ്ടത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഹയർ ആണെങ്കിൽ ഹയർ വാല്യൂ വേണം TDS ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റാമ്പ് ഡ്യൂട്ടി രണ്ടുപേരെ പേരിലാണ്, 75 ലക്ഷം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 2 പേർക്ക് ഈക്വൽ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 50 ലക്ഷത്തിന് താഴെ വന്നു. അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ TDS പിടിക്കാതെ പോകാൻ പറ്റുമോ? അത് പിടിക്കാതെ പോകാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ TDSന്റെ ഇത് ഒഴിവാക്കണമെങ്കിൽ ഡോക്യുമെന്റ് തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. ഡോക്യുമെന്റിൽ 1 crore അല്ലെങ്കിൽ 50 ലാഖിന് മീതി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് TDSന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ട്. ആ TDSന്റെ അപ്ലിക്കബിലിറ്റിക്ക് നമുക്ക് പറയുന്ന ഫോം നമുക്ക് ടാൻ നമ്പറിന്റെ ആവശ്യമില്ല, ടാൻ നമ്പർ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ഫോം ഉണ്ട്. 26 QB എന്ന് പറഞ്ഞ ഫോം ആയിരുന്നു. ഇനിയിപ്പോ ഏപ്രിൽ തൊട്ടിട്ട് ആ ഫോം എല്ലാം ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ 141 എന്നുള്ള ഫോമാണ്. 141 ഫോമില് ടാക്സ് ചലാൻ കം റിട്ടേൺ ഫോം ആണ്. അത് പ്രകാരം നമ്മൾ റിട്ടേൺ ടാക്സ് അടച്ചതിന് ശേഷം മാത്രമാണ് ഈ രജിസ്ട്രേഷൻ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു തരുള്ളൂ. അപ്പൊ ടാക്സ് റേറ്റ് വരുന്നത് 1% ആണ്. ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 രൂപ TDS പിടിച്ചടച്ചാലാണ് നമുക്ക് അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കിട്ടുള്ളൂ. ഇതില് NRIയിൽ ഒരു കേസ് ഉണ്ട്. ഇപ്പോ സെല്ലർ NRI ആണെന്ന് വയ്ക്കുക, പേയർ റെസിഡന്റ് ആയിരിക്കാം. സെല്ലർ NRI ആണെങ്കിൽ ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആവില്ല. ഇത് റെസിഡന്റ് ആയുള്ള ഒരാൾക്ക് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷനാണ്. നോൺ റെസിഡന്റ് ആയുള്ള ഒരാൾക്ക് ഉള്ളതല്ല. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട് ഫോർ പേയ്മെന്റ്സ് ടു റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോൺ റെസിഡന്റ് ആയുള്ള ഒരാൾക്ക് റെസിഡന്റിന് കൊടുത്താൽ ഇത് അപ്ലിക്കബിലിറ്റി വരും ഈ സെക്ഷനിൽ. പക്ഷെ റെസിഡന്റ് ആയുള്ള ഒരാൾ നോൺ റെസിഡന്റിനാണ് പേയ്മെന്റ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ അപ്ലിക്കബിൾ അല്ല. അപ്പോ നമുക്ക് വരുന്ന 393 തന്നെ നോൺ റെസിഡന്റിനുള്ള ടേബിൾ ഉണ്ട്. അതിലത്തെ ക്ലോസ് നമ്പർ 17 അത് കവർ ചെയ്യുക. അതർ സെംസ് എന്നുള്ളതിലാണ് കവർ ചെയ്യുക. അത് പ്രകാരമുള്ള TDS ആണ് പിടിക്കേണ്ടത്. അതിൽ നമുക്ക് ഷെഡ്യൂൾ റേറ്റ് ഇപ്പൊ 12 ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 12.5 ആണ്. അപ്പൊ 12.5 ആണ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് റെസിഡന്റിന് മാത്രമാണ് 2 ഓപ്ഷൻ കിട്ടുള്ളൂ. നോൺ റെസിഡന്റിന് നമുക്ക് 2 ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് 12.5 പ്ലസ് സർചാർജും സെസ്സും ആണ് TDS ഡിഡക്ട് ചെയ്യേണ്ടി വരാം. പുതിയ ബഡ്ജറ്റിൽ ചെറിയൊരു അമെന്റ്മെന്റ് ഇതിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് TDSന്റെ ടാൻ നമ്പർ എടുക്കാതെ ഉള്ള ഒരു പ്രൊവിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ടാൻ എടുക്കേണ്ട ആവശ്യമില്ല. ടാനിന് പകരം നമുക്ക് ഈ 26 QB പോലെ തന്നെ പുതിയൊരു സ്കീം, പക്ഷെ ഇത് വരുന്നത് ഒക്ടോബർ 2024 തൊട്ടിട്ടാണ് അപ്ലിക്കബിൾ ആവുള്ളൂ. 26 തൊട്ടിട്ട് അപ്ലിക്കബിൾ ആവുള്ളൂ. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് what do you mean tax need to be deducted if it is one time payment or not regular? റെന്റിന്റെ ആയിരിക്കും സാറ് പറഞ്ഞിട്ടുണ്ടാവും. അതെ, അപ്പൊ 1 ടൈം പേയ്മെന്റ് 50,000 മീതി ആണെങ്കിൽ ഒരു മാസം റെന്റ് കൊടുക്കുന്നത് നമുക്ക് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് വന്നുള്ളൂ. 50,000 മീതി ആണെങ്കിൽ TDS മാൻഡേറ്ററി ആയിട്ട് ഡിഡക്ട് ചെയ്യണം. ഡിഡക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. 141 പറഞ്ഞുള്ളത് നമുക്ക് ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത ആളുകൾക്ക്, ടാക്സ് ഓഡിറ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, കമ്പനിയൊന്നല്ല, പാർട്ട്ണർഷിപ്പ് ഫേമുകളോ അല്ല, അങ്ങനത്തെ ആളുകൾക്കാണ്. ഇപ്പൊ ഒരു സാധാരണ ഒരാള്, ബിസിനസ് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരാള് 50,000 കൂടുതൽ റെന്റ് കൊടുക്കണമെങ്കിൽ ആള് ഫില്ല് ചെയ്യേണ്ട പഴയ ഫോം 26 QC ആയിരുന്നു. അതിന് പകരം വന്നുള്ളതാണ് 141 എന്ന് പറഞ്ഞുള്ള ഫോം. പിന്നെ ജോയിന്റ് ഓണർഷിപ്പ് റെന്റ് 50,000 പെർ മന്ത് ഓരോരുത്തർക്കായി വന്നാൽ മാത്രം TDS മതി. ഇത് ജോയിന്റ് ഓണർഷിപ്പ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓണർഷിപ്പ് സ്പെസിഫൈഡ് ആണെങ്കിൽ സിംഗിൾ അഗ്രിമെന്റ് ആണെങ്കിലും
രണ്ട് പേരെ പേരിലാണ് അവർ ഈക്വൽ ഷെയറിംഗ് ആണെങ്കിൽ ഒരാൾക്ക് 25,000 വരുള്ളൂ. അപ്പൊ പെർ മന്ത് നോക്കേണ്ടത് ജോയിന്റ് ഓണർഷിപ്പിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് അവരുടെ ഷെയറിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിനാണ് TDS വേണ്ടത്. അത് 50,000 ഓരോരുത്തർക്കും 50,000 കൂടുന്നുണ്ടെങ്കിൽ മാത്രമാണ് TDSന്റെ അപ്ലിക്കബിലിറ്റി വരുള്ളൂ. വിഷ്ണു എന്തെങ്കിലും പറയാൻ? വിപിനായി നമ്മളിപ്പം ഈ ഫോം ഈ ഏപ്രിൽ ടു ഒക്ടോബർ വരെയും നമുക്ക് പഴയ രീതിയിൽ തന്നെ ചെയ്താലേ പറ്റുള്ളൂ. NRIയുടെ സ്റ്റാറ്റസിലുള്ള ഒരു സെല്ലർ വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ ടു ഒക്ടോബർ വരെ പഴയ രീതിയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ, പുതിയത് പറ്റില്ല. അത് ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള സമയം വേണമായിരിക്കും. പുതിയ ഫോം ആയതുകൊണ്ട് അത് അതിന് അപ്ലിക്കബിലിറ്റി വരുന്നത് 1/10/2026 തൊട്ടിട്ടാണ്. അത് നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ പോകണം, ഫോമിന് മാത്രം വ്യത്യാസം വരുമെന്നല്ലേ ഉള്ളൂ. അല്ല, ഇപ്പൊ ചെയ്യുമ്പോ നമുക്ക് ടാൻ നമ്പർ എടുത്ത് തന്നെ ചെയ്യണം ഒക്ടോബർ വരെ. ഒക്ടോബർ കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ആ ഇതിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കോഴ്സ് സബ് 3 ആണ്, 2 ആണ്. അതിൽ എനി കൺസിഡറേഷൻ നോട്ട് ബീയിങ് കൺസിഡറേഷൻ ഇൻ കൈൻഡ് അണ്ടർ സെക്ഷൻ 67(14). ഇത് പറയുന്നത് 194IC എന്നുള്ള സെക്ഷൻ ആയിരുന്നത്, പേയ്മെന്റ് അണ്ടർ സ്പെസിഫൈഡ് അഗ്രിമെന്റ്. നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ ബിൽഡേഴ്സിന് അല്ലെങ്കിൽ ഫ്ലാറ്റ് പണിയുന്നവർക്ക്, വില്ല പണിയുന്നവർക്കൊക്കെയാണ് ഒരു ജോയിന്റ് അഗ്രിമെന്റ് ഉണ്ടാവും, ജോയിന്റ് ഡെവലപ്മെന്റ് അഗ്രിമെന്റ് ഉണ്ടാവും. ഈ ജോയിന്റ് ഡെവലപ്മെന്റ് അഗ്രിമെന്റ് പ്രകാരം നമ്മൾ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യും. ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന് പകരമായിട്ട് അവർക്ക് കിട്ടാം, ക്യാഷ് ആയിട്ട് ഒരു പൈസ കിട്ടും. അതുകൂടാതെ ഫ്ലാറ്റിന്റെയും ഫ്ലാറ്റ് അവർക്ക് കൊടുക്കും. ഇതാണ് ഈ പ്രൊവിഷൻ ഈ സെക്ഷനിൽ പറയുന്നത്. ഇങ്ങനെ വരുമ്പോ പണ്ട് അതിന്റെ ഒരു ടാക്സബിലിറ്റിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പഴയ ഇൻകം ടാക്സ് ആക്ടില് ക്യാപിറ്റൽ ഗെയിന്റെ അപ്ലിക്കബിലിറ്റി ഇതൊരു ട്രാൻസ്ഫർ ആയിട്ട് എടുക്കണോണ്ട് അഗ്രിമെന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് എടുത്തിട്ട് ആ ട്രാൻസ്ഫർ ആയിട്ട് എടുക്കുമ്പോ ആ ആളുകൾക്ക്, വിൽക്കുന്ന ആളുകൾക്ക് ടാക്സ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 45(5)A എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊണ്ടുവന്നിരുന്നു. അതിൽ പറഞ്ഞുള്ളത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഈ പ്രോപ്പർട്ടി ജോയിന്റ് ഡെവലപ്മെന്റിൽ നമ്മൾ ലാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ ടാക്സബിലിറ്റി വരുള്ളൂ. ഏത് കൊല്ലത്തിലാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആ കൊല്ലത്തിൽ അതിനെ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ ഈ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്തുള്ളത് ആ സമയത്താണ് ടാക്സബിൾ ആവുള്ളൂ. ഇതായിരുന്നു പുതിയ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അത് പ്രകാരം 194IC എന്ന് പറഞ്ഞ സബ്സിക്വന്റ് പ്രൊവിഷനും കൊണ്ടുവന്നു. ഈ കൊടുക്കുന്ന എമൗണ്ടിന് 10% വെച്ച് TDS ഡിഡക്ട് ചെയ്യണം. ഈ സെയിം സാധനം തന്നെയാണ് സീരിയൽ നമ്പർ 3 പറയുന്നത്. 10% തന്നെയാണ് TDS പിടിക്കേണ്ടത്. അപ്പോൾ ഒരു ജോയിന്റ് ഡെവലപ്മെന്റ് അഗ്രിമെന്റില് ലാൻഡ് ഓണർക്ക് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് 10% TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ എല്ലാ ആൾക്കാരും കവേർഡ് ആണ്. എനി പേഴ്സൺ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചുള്ളത്. അപ്പൊ എല്ലാ ആളുകളും കവേർഡ് ആണ്. അതിന് ത്രഷോൾഡ് ഇല്ല, ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നില്ല. ഒരു രൂപ കൊടുത്താലും നമ്മൾ അതിന് TDS ഡിഡക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഇനി അടുത്ത വരുന്നത് നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്ന സമയത്താണ്. കോമ്പൻസേഷൻ എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ അല്ലെങ്കിൽ സാധാ കോമ്പൻസേഷനോ കിട്ടുന്ന സമയത്ത് 10% ആണ്. കമ്പൽസറി അക്വിസിഷന്റെ കേസുകളിലാണ് 10% ആണ്. ഇതിൽ തന്നെ കമ്പൽസറി അക്വിസിഷൻ വരുമ്പോ ഒരു പുതിയൊരു ആക്ട് ഉണ്ട്. NHലൊക്കെ നടക്കുന്ന ഒരു ലാൻഡ് ഒക്കെ എടുത്തുള്ള ഒരു ആക്ട് ഉണ്ട്. അപ്പൊ ആ ആക്ട് പ്രകാരമാണെങ്കിൽ കുറച്ച് വലിയൊരു പേരാണ്, ഞാൻ പെട്ടെന്ന് പേര് ഓർക്കണില്ല. പക്ഷെ ആ ആക്ട് പ്രകാരമാണ് ടേക്ക് ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ആക്ടിൽ തന്നെ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ ബഡ്ജറ്റിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്, ആ സെക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് TDSന്റെ അപ്ലിക്കബിലിറ്റി വരില്ല, ടാക്സബിളേ അല്ല. പക്ഷെ ആ ആക്ട് പ്രകാരം അല്ലാതെയും ചിലപ്പോൾ കമ്പൽസറി അക്വിസിഷൻ നടക്കാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ 5 ലക്ഷത്തിന് മീതിയാണ് എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% TDS ഡിഡക്ട് ചെയ്തിട്ടാണ് ഈ മൂൾ പ്രോപ്പർട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ കമ്പൽസറി അക്വിസിഷനിൽ.
അതുപോലെ നേരത്തെ നമ്മൾ കൺസിഡറേഷന്റെ ഇത് പറഞ്ഞു. ഇപ്പൊ 194 IA എന്ന് പറഞ്ഞുള്ള കറസ്പോണ്ടിങ് സെക്ഷനിൽ ഈ മൂവ്ഡ് പ്രോപ്പർട്ടി 50 ലക്ഷത്തിന് മീതെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില കേസുകളിൽ ഇപ്പൊ ഫ്ലാറ്റ് ഒക്കെയാണ് നമ്മൾ വിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ടുകൾ അവര് അതിൽ പറയും. ഇപ്പൊ പാർക്കിംഗ് ചാർജസ് അങ്ങനെ ഓരോ എമൗണ്ടുകൾ അഡീഷണൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി കൂടിയുള്ള എമൗണ്ടിന് വേണം അത് അടയ്ക്കാൻ വേണ്ടിയിട്ട്, ടാക്സ് TDS അടയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ മൂവ് പ്രോപ്പർട്ടിയുടെ റേറ്റ് മാത്രമല്ല പറയേണ്ടത്, ആ എമൗണ്ട് മാത്രമല്ല എടുക്കേണ്ടത്. ഇപ്പൊ ചില കേസുകളിൽ ക്ലബ് മെമ്പർഷിപ്പ് ഫീ ഉണ്ടാവാം, കാർ പാർക്കിംഗ് ഫീ ഉണ്ടാവാം, ഇലക്ട്രിസിറ്റി വാട്ടർ ഫെസിലിറ്റി ഫീ ഉണ്ടാവാം, മെയിൻ്റനൻസ് ഫീ, അഡ്വാൻസ് ഫീ, അങ്ങനെ പല ചാർജസ് ആയിട്ട് ഇനീഷ്യലി പറഞ്ഞുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി കൂട്ടിയുള്ള എമൗണ്ടിന്റെ കൺസിഡറേഷനിലായിരിക്കണം നമ്മൾ 1% ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇനി TDS അടുത്ത ഇത് കമ്പൽസറി അക്വിസിഷൻ നേരത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് 194 LA എന്ന് പറഞ്ഞ സെക്ഷനാണ് ഇൻകം ടാക്സ് ആക്ടിൽ 1961. ഇനി അടുത്ത പ്രൊവിഷനിൽ കടക്കാം. പഴയ ആക്ടിലെ 194K ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ കറസ്പോണ്ടിങ് സെക്ഷനിൽ അത് നേരെ ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചുള്ളത്. ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ടിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 10,000 രൂപയൊക്കെ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ 10% TDS ഡിഡക്ട് ചെയ്യണം. ഇനി അത് ബിസിനസ് ട്രസ്റ്റുകളൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% ആണ്. പക്ഷെ ത്രഷോൾഡ് ഇല്ല. ഈ ത്രഷോൾഡ് 10,000 പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾക്ക് മാത്രമുള്ളൂ, യൂണിറ്റ്സിന് മാത്രമുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും ത്രഷോൾഡ് ഇല്ല. 10% TDS. അപ്പോൾ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പറഞ്ഞുള്ളത്, അതുപോലെ സെക്യൂരിറ്റൈസേഷൻ ട്രസ്റ്റ്, ഇതിന്റെയൊക്കെ പേയ്മെന്റുകൾ തരുമ്പോൾ അതിന് വരുന്ന ഇൻകം വരുന്ന സമയത്ത് ത്രഷോൾഡ് ഇല്ലാണ്ട് 10% ഡിഡക്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുള്ളൂ. അപ്പോൾ ഇത് ആ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇൻകം, ക്യാപിറ്റൽ മാർക്കറ്റിനുള്ള ഇൻകങ്ങളാണ്. നമുക്ക് മേജർ ആയിട്ട് വരുന്നത് ഈ ചില ആളുകൾക്ക് ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന കാണും, സെക്യൂരിറ്റൈസേഷൻ ട്രസ്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്നൊക്കെ ഇപ്പോൾ പേയ്മെന്റ് വരുന്നത് പല ആളുകൾക്കും കാണുന്നുണ്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ 10% ഡിഡക്ട് ചെയ്തിട്ടാണ് അതുവരെ നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കണം. എന്നിട്ട് അതിൽ ഈ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ വേണം. ഇനി ഇൻട്രസ്റ്റ് ഇൻകം ആണ് നമുക്ക് അടുത്തത് കവർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഇൻകത്തില് ആദ്യത്തെ വരുന്നത് ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റീസിനുള്ള ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സെക്യൂരിറ്റീസും പെടും. ഇപ്പൊ ഡിബെഞ്ചേഴ്സ് പെടും, കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡിബെഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്യുന്ന വരെയുള്ളത് പെടും. അപ്പൊ ഇതൊക്കെ എല്ലാ സെക്യൂരിറ്റീസും അതിൽ പെടും. അത് ആര് കൊടുത്താലും TDS പിടിക്കണം. പക്ഷെ റേറ്റ് പറയുന്നത് 10%. ഈ റേറ്റ് ഇൻ ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഫിനാൻസ് ആക്ടിലെ ഫസ്റ്റ് ഷെഡ്യൂളിലാണ് ആ റേറ്റ് പറയുന്നത്. അതിൽ പ്രകാരം 10% ആണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് കാണില്ല, റേറ്റ് ഇൻ ഫോഴ്സ് എന്നുള്ള വാക്ക് മാത്രമേ കാണുള്ളൂ. പക്ഷെ 10% TDS പിടിച്ചിട്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റുക. അതിന് ത്രഷോൾഡ് പറയുന്നത് 10,000 ആണ്. അപ്പൊ 10,000 മീതി ഉണ്ടെങ്കിൽ നമ്മൾ TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതില് ബാങ്കുകളെ സംബന്ധിച്ച് ഒരു അഡീഷണൽ രണ്ടാമത്തെ ക്ലോസ് പറയുന്നുണ്ട്. ഇത് 193 എന്നുള്ള സെക്ഷൻ ആയിരുന്നു മുമ്പ് ഇൻകം ടാക്സ് ആക്ടില്. 193 എന്നുള്ള സെക്ഷനിലാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് വരുന്നത്. ഈ സീരിയൽ നമ്പർ 5 സബ് ക്ലോസ് 1 പറയുന്നത് 193 എന്നുള്ള സെക്ഷനാണ്. ഇനി സീരിയൽ നമ്പർ 2 വരുന്നത് 194A എന്നുള്ള സെക്ഷനാണ്. അത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബാങ്ക്സും പിന്നെ അതേഴ്സും. പണ്ട് ഇതെല്ലാം കൂടി 194A അപ്പൊ ബാങ്ക്സിന് വേറെ, അതേഴ്സിന് വേറെ ആയിട്ട് 3
ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയ കാരണം നിർത്തിയാണ്. ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നത് സീനിയർ സിറ്റിസന് 1 lakhും അതർ ദാൻ സീനിയർ സിറ്റിസന് 50,000 ആണ്. 50,000 മീതിയുള്ള പേയ്മെന്റുകളാണെങ്കിൽ TDS ഡിഡക്ട് ചെയ്യണം. ഇതിൽ തന്നെ ഒരു കൺസെപ്റ്റ് അഡീഷണൽ ഇതും കൂടി പറയുന്നുണ്ട്. ഇത് ശരിക്കും പണ്ട് കോർ ബാങ്കിങ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതൊരു ബ്രാഞ്ച് വൈസ് ലിമിറ്റ് ആയിരുന്നു. ഇപ്പോഴും ഇതിൽ ചിലപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊന്നും ചിലപ്പോൾ കോർ ബാങ്കിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ കോർ ബാങ്കിങ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത് ബ്രാഞ്ച് വൈസ് തന്നെയാണ് എടുക്കേണ്ടത്. കോർ ബാങ്കിങ് ഉള്ള ആൾക്കാർക്ക് ഇത് കൺസോളിഡേറ്റഡ് ലിമിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ബാങ്കുകൾക്ക് കൺസോളിഡേറ്റഡ് ലിമിറ്റ് ആയിട്ട് ഈ TDSന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ റേറ്റ് ഇൻ ഫോഴ്സ് പറയുന്നത് 10% തന്നെയാണ്. നമുക്ക് ഇവിടെ എല്ലാ റേറ്റ് ഇൻ ഫോഴ്സും പറയുന്നത് ഫിനാൻസ് ആക്ടിലാണ്. നിങ്ങൾ ഫിനാൻസ് ആക്ടിലെ ഷെഡ്യൂൾ 1 ആണ് നോക്കേണ്ടത്. ഷെഡ്യൂൾ 1 ഓരോന്നിനും തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ റേറ്റുകളാണ് റേറ്റ് ഇൻ ഫോഴ്സ് ആയിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ ഇതിൽ റേറ്റ് ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത് 10% ആണ് ഡിഡക്ട് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ ആളുകൾക്ക് ഇപ്പൊ ബാങ്ക് അല്ല പേയ്മെന്റ് നടത്തുന്നത്, വേറെ ഇപ്പൊ നമ്മളുടെ കേസുകളിൽ നോർമലി ആ ആളുകളായിരിക്കും. നമ്മുടെ സീരിയൽ നമ്പർ 5-ൽ 3-ലായിരിക്കും നമ്മുടെ മിക്കവാറും കേസുകൾ വരാം. അവിടെ സ്പെസിഫൈഡ് പേഴ്സൺ അതർ ദാൻ പേഴ്സൺ ഇൻ സീരിയൽ നമ്പർ 5C2. ഇത് ഈ ഉപയോഗിച്ചുള്ള വാക്കുകളാണ് ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ ഈ അതർ ദാൻ സീരിയൽ നമ്പർ 5 എന്ന് പറഞ്ഞ സീരിയൽ നമ്പർ 5-ല് 2-ല് കോളം സിയിൽ പറയുന്ന ആളുകൾ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് റെഫറൻസ് വരുന്നത്. അപ്പൊ നമുക്കത് ഇതൊന്ന് വായിക്കാൻ പഠിക്കണം. നമുക്ക് ഈ റെഫറൻസുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വായിക്കാൻ പഠിക്കണം. അപ്പൊ തൊട്ട് മുകളിലുള്ള അല്ലാത്ത ആളുകളിൽ സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പ്, കമ്പനി, LLP, അതുപോലെ ടാക്സ് ഓഡിറ്റ് ഉള്ള ആളുകൾ, അതൊക്കെയാണ് അതിൽ കവർ ചെയ്യുന്നത്. അവരെല്ലാവരും ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് 10,000 രൂപയൊക്കെ കൂടുതലാണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% TDS ഡിഡക്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ടൈം ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ട്. അത് എങ്ങനെയാണ് ബാങ്കുകളുടെയൊക്കെ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ റിക്കറിംഗ് ഡെപ്പോസിറ്റും കൂടി ഇൻക്ലൂഡ് ആണ്. അതുപോലെ നമുക്ക് ഇതിൽ ഷോർട്ട് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഷോർട്ട് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് വേണം പിന്നീട് ഡിഡക്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഇതിൽ ഷോർട്ട് ഡിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തതിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതില് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇടയിൽ തന്നെ ചോദിച്ചോട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി. ഞാൻ കമന്റിന് റിപ്ലൈ ചെയ്ത് പോവാം. അപ്പൊ തന്നെ ചോദിച്ചോ സംശയങ്ങൾ വല്ലതും വരുന്നുണ്ടെങ്കിൽ. പറഞ്ഞോളൂ. ഈ കൺവെൻഷൻ സെന്റർ അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് റെന്റ് കൊടുക്കുമ്പോ TDSന്റെ ആപ്ലിക്കേഷൻ ഉണ്ടോ? റെന്റ് കിട്ടുമ്പോഴാണോ? അതെ. കൺവെൻഷൻ സെന്ററിന് റെന്റ് ആയിട്ടല്ല, നമ്മൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഒരു കൺവെൻഷൻ സെന്റർ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് റെന്റ് ഔട്ട് ചെയ്യലല്ലേ ചെയ്യുന്നത്. നമ്മളൊരു സ്പെസിഫിക് ഡേറ്റിന് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോ ഒരു ത്രൂ ഔട്ട് ആയിട്ട് ഒരു മാസത്തേക്ക് ഒരാൾക്ക് റെന്റ് ഔട്ട് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സിബിഷൻ നടത്താൻ റെന്റ് ഔട്ട് ചെയ്യണം. അപ്പൊ റെന്റിന്റെ പരിധിയിലാണ് വരിക. നമ്മൾ ആ ഫെസിലിറ്റി ത്രൂ ഔട്ട് കൊടുക്കണം. ഇതിപ്പോ ഒരു ഒക്കേഷണലായിട്ട് കൊടുക്കുന്ന സമയത്ത് 194H കവർ ചെയ്യുക. അത് കോൺട്രാക്റ്റുകൾ ഇതിലാണ് വരിക. 194C വരിക. അപ്പൊ ആ രീതിയിലാണ് TDS പിടിക്കണം. 194C എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് മാറും. ഈ 393-ല് അത് അടുത്ത ഞാൻ പറയുന്ന സെക്ഷൻ 393-ല് സീരിയൽ സബ്സെക്ഷൻ 1-ല് സീരിയൽ നമ്പർ 6-ലാണ് കവർ ചെയ്യുക. കോൺട്രാക്ടിന്റെ പരിധിയിലാണ് ഇവിടെ. സ്ഥിരമായിട്ട് കൊടുക്കണല്ലോ. നമ്മളൊരു ഓരോ ദിവസത്തേക്ക് പ്രോഗ്രാം അനുസരിച്ച് കൊടുക്കണം. അതെ. അപ്പൊ അത് കോൺട്രാക്ടിന്റെ നേച്ചറിലാണ് വരിക. ഇനി വരുന്നത് അടുത്ത ഇതിലാണ് കോൺട്രാക്ടിന്റെ ഇതുകൾ വരുന്നത്. ഇതിലും വേറൊരു പേര് ഉപയോഗിക്കുന്നുണ്ട്, അത് കാണാം, ഈ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ എന്നുള്ളത്. ഇപ്പൊ പേയ്മെന്റ് ടു കോൺട്രാക്ടേഴ്സ്, ഫീസ് ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസസ് എക്സെട്ര, ഇതൊക്കെയാണ് ഈ സബ്സെക്ഷൻ 6-ല് കവർ ചെയ്യുന്നത്. സബ് ക്ലോസ്, സബ്സെക്ഷൻ അല്ല, സബ് ക്ലോസ് 6-ല് കവർ ചെയ്യുന്നു. 6 ആദ്യത്തെ നോക്കാം, അതിന്റെ കറസ്പോണ്ടിങ് സെക്ഷൻ നോക്കാം. 393-ല് സീരിയൽ നമ്പർ 6-ല് സബ് ക്ലോസ് 1-ല്
എനി സം ഫോർ ക്യാരിയിങ് ഔട്ട് എനി വർക്ക് ഇൻ പേഴ്സൺസ് ഓഫ് എ കോൺട്രാക്ട്. 194 പേയ്മെന്റ് ടു കോൺട്രാക്ടേഴ്സ് ആണ് ഈ സെക്ഷനാണ്. ഈ 194 തന്നെ ഒരുപാട് കാര്യങ്ങൾ മുമ്പത്തേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കൂടിയിട്ട് മെർജ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ഇതിലാണ് കാണിച്ചത്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 402 എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് ഇതെല്ലാം കൂടി കൊണ്ടുപോയി. അവിടെയാണ് ഈ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ ആരാന്ന് പറയുന്നുണ്ട്. വർക്കിന്റെ ഡെഫിനേഷൻ അവിടെയാണ് വരുന്നത്. പണ്ട് ഇതൊക്കെ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. വർക്ക് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഡെഫിനിഷനിൽ അഡ്വർടൈസ്മെന്റ്, ബ്രോഡ്കാസ്റ്റിംഗ്, കാരേജ് ഓഫ് ഗുഡ്സ് പാസഞ്ചേഴ്സ്, കാറ്ററിംഗ്, മാനുഫാക്ചറിംഗ് ഓർ സപ്ലൈ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഓഫ് എ കസ്റ്റമർ, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന കാര്യം. ഇതിലെ എക്സംഷൻസും അതിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മളൊരു സെയിൽ ഓഫ് ഗുഡ്സിന്റെ നേച്ചറിൽ തന്നെ TDS വരില്ലേ 194C. ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം പോയിട്ടുള്ളത് 402 എന്നുള്ള സെക്ഷനിലാണ്. അവിടെ ഈ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചുള്ളത്, ഈ സെക്ഷനിൽ ഉപയോഗിച്ചുള്ളത് എല്ലാ ഇത്തിരി ലാർജ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഡെസിഗ്നേറ്റഡ് പേഴ്സൺ. കമ്പനികൾ അതിൽ പെടും, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി പെടും, പിന്നെ ഹൗസിംഗ് അക്കോമഡേഷൻ സൊസൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അത് പെടും, പിന്നെ സൊസൈറ്റി രജിസ്റ്ററിന്റെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പെടും, ട്രസ്റ്റുകൾ പെടും, യൂണിവേഴ്സിറ്റി സെൻട്രൽ ആക്ട് പ്രകാരം സ്റ്റേറ്റ് ആക്ട് പ്രകാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത യൂണിവേഴ്സിറ്റികൾ വരും, പിന്നെ ഗവൺമെന്റ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് ഓർ എ ഫോറിൻ എന്റർപ്രൈസ് അത് കവർ ചെയ്യുന്നുണ്ട്, പിന്നെ ഫേമുകൾ കവർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലും അവർക്ക് ടാക്സ് ഓഡിറ്റ് ഉള്ള ഇൻഡിവിജ്വൽസ് അതും ഇതിൽ കവർ ചെയ്യുന്നതാണ്. ഇത്രയും ആൾക്കാർ ഡെസിഗ്നേറ്റഡ് പേഴ്സണിൽ കവർ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ആളുകൾക്ക് പേയ്മെന്റ് നമുക്ക് തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഇന്ന ക്ലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന പേയ്മെന്റുകൾ ഈ കോൺട്രാക്ച്വൽ പേയ്മെന്റുകൾ കൊടുക്കുന്ന സമയത്ത് TDS പിടിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതില് 3 കാറ്റഗറി ഉണ്ട്. ഇപ്പോ 6 തന്നെ 1, 2, 3 ഉണ്ട്. രണ്ടാമത്തെ ഇനി സം ഫോർ വർക്ക്, പ്രൊഫഷണൽ ഫീ, കമ്മീഷൻ ഓഫ് ബ്രോക്കറേജ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 194M എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു. ഇത് ടാൻ ഇല്ലാതെ ചലാൻ കം റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. ഒരു 26 QD എന്നുള്ള ഫോം ആണെന്നാണ് എന്റെ ഓർമ്മ. 26 QD, അതെ, 26 QD എന്ന് പറഞ്ഞ ഫോമിലായിരുന്നു റിട്ടേൺ കം ചലാൻ അടയ്ക്കേണ്ടത്, ചലാൻ കം റിട്ടേൺ എന്ന് പറഞ്ഞ ഫോം ചെയ്യേണ്ടത്. അതുകൂടാതെ സീരിയൽ നമ്പർ 3 എനി സം ഫോർ വർക്ക്, പ്രൊഫഷണൽ ഫീ, കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ഫോർ സ്പെസിഫൈഡ് പേഴ്സൺ. പഴയ സെക്ഷൻ 194G ആണ്, പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സർവീസസിന്റെ പ്രൊവിഷൻ തന്നെയാണ്. ഈ 3 ക്ലോസസ് ആണ് നമ്മളുടെ സീരിയൽ നമ്പർ 6 കവർ ചെയ്യുന്നത്. ഇപ്പൊ 194C കവർ ചെയ്യും, 194M കവർ ചെയ്യും, പിന്നെ 194Jയും കവർ ചെയ്യും. അതിന്റെ റേറ്റുകൾ നമുക്ക് നോക്കാം. ആരാണ് പേയ്മെന്റ് നടത്തുന്നത്? ഡെസിഗ്നേറ്റഡ് പേഴ്സൺ പേയ്മെന്റ് നടത്താണ്. എന്തെങ്കിലും ഒരു കോൺട്രാക്ടിന് വേണ്ടിയിട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ കോൺട്രാക്ടറും ആ ഡെസിഗ്നേറ്റഡ് പേഴ്സണും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് TDS വരുന്നത്. എന്താണ് TDS? ഇപ്പൊ ഒരു കോൺട്രാക്ടർ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 1%, അല്ലെങ്കിൽ അതർ ദാൻ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2% ആണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. ത്രഷോൾഡ് പറയുന്നുണ്ട്. അപ്പൊ 30,000 ഒരു ബില്ല് 30,000, പിന്നെ അഗ്രിഗേറ്റ് ഒരു പീരീഡിൽ വരുന്ന 1 lakh. അപ്പൊ 30,000 മീതെ ഒരു ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും TDS പിടിക്കുക. 30,000 താഴെയാണ് ബില്ല്, പക്ഷെ ഒരു കൊല്ലത്തിൽ നോക്കുമ്പോൾ 1,00,000 മീതെ വരുന്നുണ്ടെങ്കിൽ TDS നിർബന്ധമായിട്ടും പിടിക്കണം. അപ്പൊ 1% ഇൻഡിവിജ്വൽസിനും 2% അതർ ദാൻ ഇൻഡിവിജ്വൽസിനും. ഇത് ഈ സെക്ഷനിൽ റേറ്റിലൊന്നും ഇതിൽ മാറ്റില്ല. TCSന്റെ റേറ്റിലാണ് കുറച്ച് മാറ്റമുള്ളത്. TDSന്റെ റേറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റില്ല. ഈ സ്ട്രക്ചറിലാണ് മെയിൻ ആയിട്ട് മാറ്റം വന്നുള്ളത്. അപ്പൊ നമുക്ക് സെക്ഷനുകൾ മറന്നുപോയത് നമ്മൾ സീരിയൽ നമ്പറുകൾ വെച്ചിട്ട് വേണം ഇനി നോക്കാൻ വേണ്ടിയിട്ട്. സീരിയൽ നമ്പറിൽ എത്രയാണ്, ഈ സീരിയൽ നമ്പറിൽ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തതില് സീരിയൽ നമ്പർ 6 രണ്ടാമത്തെ ക്ലോസിൽ കവർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ക്യാരിയിങ് ഔട്ട് എനി വർക്ക്, ലേബർ ക്യാരിയിങ് ഔട്ട് എനി വർക്ക് ഇൻ പേഴ്സൺസ് ഓഫ് എ കോൺട്രാക്ട്. ഇതിൽ ആരൊക്കെ കവർ ചെയ്യുന്നത്? ആരാണ് TDS പിടിക്കേണ്ടത്? എനി പേഴ്സൺ ബീയിങ് എൻ ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതർ ദാൻ ദോസ് റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അണ്ടർ 6, 1 and 3. അപ്പൊ മുകളിലുള്ളതും താഴത്തുള്ളതും ആൾക്കാർ. അപ്പൊ സ്പെസിഫൈഡ് പേഴ്സണും ഡെസിഗ്നേറ്റഡ് പേഴ്സണും അല്ലാത്ത ആളുകളാണ് പിടിക്കേണ്ടത്. അപ്പൊ സാധാരണ ഒരാൾ, ഇപ്പൊ ഞാനൊരു വീട് പണിയുന്നുണ്ട്, ഞാനൊരു വീട് പണിയുന്ന കോൺട്രാക്ട് ഒരാൾക്ക് കൊടുത്തിരിക്കുകയാണ്. ആ കോൺട്രാക്ട് 50 ലക്ഷത്തിന് മീതിയാണ്. 50 ലക്ഷത്തിന് മീതിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ കൊടുക്കുന്ന എമൗണ്ട് 50 ലക്ഷത്തിന് മീതി ആയി കഴിഞ്ഞാൽ 2% TDS പിടിച്ചിട്ടേ ഞാൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ 26 QD എന്ന് പറഞ്ഞ ഫോമിൽ
ചലാൻ കം റിട്ടേൺ പ്രിപ്പയർ ചെയ്ത് അത് പേയ്മെന്റ് നടത്തണം ഓരോ കൊല്ലത്തിലും. ഇത് ഒരു 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 കാര്യത്തിൽ. പിന്നെ നമ്മൾ അതിൽ പ്രൊഫഷണൽ ഫീ കൊടുക്കുന്നുണ്ട്. ഈ പ്രൊഫഷണൽ ഫീയും 50 ലാഖിന് മീതെ പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലും നമ്മൾ TDS പിടിക്കണം. പിന്നെ നമ്മൾ ലാൻഡിന്റെ ഡീലുകൾ നമ്മൾ പലരും നടത്തുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ലാൻഡ് വിൽക്കുന്നുണ്ടാവും. ലാൻഡ് വിൽക്കുന്ന സമയത്ത് പെർസെന്റേജ് ചിലപ്പോൾ മേടിക്കും. അത് കണക്കിലാണ് കാണിക്കുന്നത് വെച്ചാൽ കണക്കിൽ കാണിക്കുന്ന രൂപ 50 ലക്ഷത്തിന് മീതി ഉണ്ടെങ്കിൽ ആ കമ്മീഷൻ എമൗണ്ട് അല്ലെങ്കിൽ ബ്രോക്കറേജ് എമൗണ്ട് മീതി ഉണ്ടെങ്കിൽ അവിടെയും ഈ TDS അപ്ലിക്കബിലിറ്റി ഉണ്ട്. 2% TDS പിടിച്ചിട്ടാണ് കൊടുക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് ടാക്സ് ഓഡിറ്റോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതൊരാളും ഈ ഒരു പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ 50 ലക്ഷത്തിന് മീതിയാണ് ഒരു കൊല്ലത്തിൽ കൊടുക്കുന്ന പേയ്മെന്റ് എന്നുണ്ടെങ്കിൽ TDS 2% പിടിച്ചതിന് ശേഷം മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. പഴയ ഫോം 26 QD എന്ന് പറഞ്ഞ ഫോമാണ്. അത് പുതിയ ഫോം 141 എന്ന് പറഞ്ഞ ഫോമിലാണ് ചലാൻ കം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത സീരിയൽ നമ്പർ 3 വരുന്നത് സെയിം തന്നെ നേരത്തെ മുകളിൽ പറഞ്ഞുള്ള ഇതിന്റെ കൂടെ 1-2 അഡീഷണൽ ഇതുകളും വന്നിട്ടുണ്ട്. അതിൽ വരുന്നത് ഫീസ് ഫോർ പ്രൊഫഷണൽ സർവീസ്, ടെക്നിക്കൽ സർവീസസ്, റെമ്യൂണറേഷൻ, ഫീസ് ഫോർ കമ്മീഷൻ. ഇത് 194 ഉണ്ടായിരുന്ന അതേ തന്നെയാണ്. ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? ടാക്സ് ഓഡിറ്റ് ഉള്ള ആൾക്കാരും കമ്പനി, ഫേം, LLP അവരൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നവർക്ക്. അപ്പൊ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ടാക്സ് ഓഡിറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഫേമും കമ്പനിയും സൊസൈറ്റിയും അവർക്ക് എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ഇത് അപ്ലിക്കബിൾ ആവും. പക്ഷെ ഇൻഡിവിജ്വൽസിന് ടാക്സ് ഓഡിറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിന് ലിമിറ്റുകൾ പറയുന്നുണ്ട്. 2% പറയുന്നത് എന്തിനൊക്കെയാണ്? ടെക്നിക്കൽ സർവീസസിനാണ് 2% പറയുന്നത്. റോയൽറ്റിക്കും ഇപ്പോ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ അങ്ങനത്തെ കേസുകളിലേക്ക് വരുന്ന അതില് സിനിമാറ്റോഗ്രാഫി ഫിലിമിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് 2% വരുള്ളൂ. ഇപ്പൊ കോൾ സെന്ററുകൾ നടത്തുന്നത് അതിന് 2% ആണ് TDS റേറ്റ് വരുന്നത്. പക്ഷെ അല്ലാത്ത ഇതുകൾക്കെല്ലാം 10% TDS ഡിഡക്ട് ചെയ്യണം. ഇതിലൊരു ത്രഷോൾഡ് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഓഡിറ്റ് ഫീ ഒക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റേഴ്സ് ഒക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് ഫീ അടയ്ക്കുമ്പോൾ 50,000 രൂപയ്ക്ക് മീതെ വന്നാലേ TDSന്റെ അപ്ലിക്കബിലിറ്റി വരുള്ളൂ. പക്ഷെ വേറെയുള്ള റെമ്യൂണറേഷൻ നോക്കുമ്പോൾ ഇപ്പോൾ ഡയറക്ടേഴ്സിനുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്നു 190 സാലറിയിലുള്ള കാറ്റഗറിയില്ല. സാലറിയിൽ TDS പിടിക്കുന്നത് അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാവുന്ന സിറ്റിംഗ് ഫീ കൊടുക്കുകയാണ് ഡയറക്ടേഴ്സിന്. ഈ സിറ്റിംഗ് ഫീക്ക് ത്രഷോൾഡ് ഇല്ല. 50,000ന്റെ ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അത് 1 രൂപ കൊടുത്താലും TDS പിടിക്കണം. TDS പിടിച്ചിട്ട് കൊടുക്കുമ്പോൾ 10% പിടിക്കണം. 2% അല്ല, അതിന് 10% ആണ് അപ്ലിക്കബിൾ ആണല്ലോ. 2% വരുന്നത് ടെക്നിക്കൽ സർവീസസിന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത അതുപോലെ റോയൽറ്റി, അതുപോലെ കോൾ സെന്ററിന്റെ ഇതൊക്കെയും അതിനൊക്കെ 2% വരും. ബാക്കിയുള്ളതിനെല്ലാം 10% ആണ് പിടിക്കേണ്ടത്. അതിലെ ABC അല്ല ABDE ഈ 3 ഈ 4 ത്രഷോൾഡ് വരുന്നത് 50,000 രൂപയാണ്. 50,000 രൂപയ്ക്ക് മീതെ വന്നാൽ മാത്രമേ TDS പിടിക്കണ്ടോ. പക്ഷെ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റുകൾ, സാലറി അല്ലാത്ത പേയ്മെന്റുകൾക്ക് ഡയറക്ടേഴ്സിന് കൊടുക്കുന്നതിന് ത്രഷോൾഡ് ഇല്ല. 10% നേരിട്ട് ഡിഡക്ട് ചെയ്യണം. ഇത്രയാണ് സെക്ഷൻ 393 സീരിയൽ നമ്പർ 6 കവർ ചെയ്യുന്നുള്ളൂ. ഇനി സീരിയൽ നമ്പർ 7 ഡിവിഡന്റിന്റെയാണ്. അതിന് കറസ്പോണ്ടിങ് സെക്ഷൻ 194 ആണ്. ഡിവിഡന്റിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല, ത്രഷോൾഡ് ഇല്ല. പക്ഷെ ഡൊമസ്റ്റിക് കമ്പനി ഡിവിഡന്റ് കൊടുക്കണമെങ്കിൽ 10% ഡിഡക്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് ഡിവിഡന്റ് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഡിവിഡന്റിൽ പ്രിഫറൻസ് ഷെയറിന്റെ ഡിവിഡന്റും കൂടി പെട്ടുണ്ട്. നമ്മൾ ഈക്വിറ്റി ഷെയറിന്റെ മാത്രമല്ല പ്രിഫറൻസ് ഷെയറിന്റെ ഡിവിഡന്റും കൂടി ഡിഡക്ട് ചെയ്യണം. നമ്മൾ TDS ഡിഡക്ട് ചെയ്യണം. അതിൽ ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നില്ല. അപ്പൊ ത്രഷോൾഡ് ഇല്ലാണ്ട് തന്നെ TDS ഡിഡക്ട് ചെയ്യണം. ഇനി സീരിയൽ നമ്പർ 8 കവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സീരിയൽ നമ്പർ 8 കൂടിയാണ് നമുക്ക് റെസിഡൻസിന് വരുന്ന പേയ്മെന്റിൽ വരുന്നുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്കൊന്ന് നോക്കിയിട്ട് ഇപ്പോൾ സീരിയൽ നമ്പർ 8 വരുന്നത്. ആദ്യത്തെ സീരിയൽ നമ്പർ 8 1 വരെ എനി സം അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസി, പഴയ സെക്ഷൻ 194 DA. എപ്പോഴാണ് ഇത് TDSന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്? ഈ 194 DA അപ്ലിക്കബിലിറ്റി വന്നിരുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ 393 സീരിയൽ നമ്പർ 8(1) പറയുന്നുള്ളൂ. അതിൽ പറയുന്നത് ടാക്സബിൾ ആകുമ്പോൾ ഈ കിട്ടുന്ന എമൗണ്ട്, പോളിസിയുടെ എമൗണ്ട് കിട്ടുമ്പോൾ ടാക്സബിൾ ആണെങ്കിൽ മാത്രമാണ് TDSന്റെ അപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ. അതും 1 ലക്ഷത്തിന് മീതെ എമൗണ്ട്, ത്രഷോൾഡ് വരുന്നത് 1 ലക്ഷത്തിന് മീതെയാണ്. ഇൻകം പോർഷൻ 1 ലക്ഷത്തിന് മീതെ ഉണ്ടെങ്കിൽ TDS 2% ഡിഡക്ട് ചെയ്യണം.
ഇവിടെ ഈ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും റേറ്റ് 2%, ഇവിടെ കാണിച്ചിട്ട് 2% സച്ച് ഇൻകം കംപ്രൈസിന് സച്ച് സം. അതിൽ ഇൻകം കംപ്രൈസിന് മാത്രം പറയല്ല. അപ്പൊ ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ അടച്ചുള്ള എമൗണ്ടിന് TDS പിടിക്കേണ്ട ആവശ്യമില്ല. അടച്ചുള്ള എമൗണ്ടിന് മീതെ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന് മാത്രമാണ് നമുക്ക് TDS വരുന്നുള്ളൂ. അതിന് ത്രെഷോൾഡ് ഉണ്ട് 1 lakh. 1 lakhന് മീതെ വന്നാൽ മാത്രമാണ് TDSന്റെ അപ്ലിക്കബിലിറ്റി ഉള്ളൂ. അത് ആര് കൊടുത്താലും അപ്ലിക്കബിൾ. നോർമലി ഇൻഷുറൻസ് കമ്പനികളാണ് നമുക്ക് പേയ്മെന്റ് തരാം. ഇൻഷുറൻസ് കമ്പനിയാണ് അതിൽ കവർ ചെയ്യാം. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് സബ് ക്ലോസ് 2 ആണ്. എനി സം എക്സീഡിംഗ് ₹50 lakh ഫോർ പർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മുടെ പഴയ 194Q. അതിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഉപയോഗിച്ചുള്ള വാക്ക് എനി പേഴ്സൺ ബീയിങ് എ ബയ്യർ എന്ന് പറയുന്നുണ്ട്. ബയ്യറിന്റെ ഡെഫിനേഷൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ 402 സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബയ്യർ ആരാന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബയ്യറിന്റെ ഡെഫിനേഷൻ 5 കാറ്റഗറിയിലാണ് ബയ്യറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളവര്. അതിൽ നമുക്ക് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്ലോസിന് അപ്ലിക്കബിൾ ആവുന്നത് 402 സെക്ഷനിൽ സബ്സെക്ഷൻ 6 കോളം സീരിയൽ നമ്പർ 1 പർച്ചേസ് ഓഫ് ഗുഡ്സ് റെഫർ ടു ഇൻ സെക്ഷൻ 393(1) ടേബിൾ സീരിയൽ നമ്പർ 182. ഇതിൽ ബയ്യർ ആരാന്ന് പറഞ്ഞിട്ട്, ബയ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ ഹൂസ് ടോട്ടൽ സെയിൽസ്, ഗ്രോസ് റിസീവ്സ് ഓർ ടേൺ ഓവർ ഫ്രം ബിസിനസ് carried on by him exceed 10 crore rupees during the tax year immediately preceding the tax year in which purchase of goods is carried out. ഇപ്പൊ നമ്മൾ ഇപ്പോ 26-27 നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് TDSന്റെ അപ്ലിക്കബിലിറ്റി 393 സീരിയൽ നമ്പർ 2ന്റെ അപ്ലിക്കബിലിറ്റി വരുമോ എന്നുള്ള എങ്ങനെ നോക്കാം? കഴിഞ്ഞ കൊല്ലത്തിൽ നമുക്ക് 10 കോടിയൊക്കെ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ അപ്ലിക്കബിലിറ്റി വരുള്ളൂ. എപ്പോഴാണ് TDS പിടിക്കുന്നത്? ഒരു ആളെ നിന്ന് 50 ലക്ഷത്തിന് മീതെ നമുക്ക് ഒരു കൊല്ലത്തിൽ പർച്ചേസ് വരുന്നുണ്ടെങ്കിൽ ആ കൂടിയ എമൗണ്ടിന് മാത്രമാണ് നമുക്ക് TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫുൾ എമൗണ്ടുമേ TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് 0.1% ആണ് പറഞ്ഞുള്ളത്. 50 ലക്ഷത്തിനും ഇപ്പോ 60 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ 10 ലക്ഷത്തിനാണ് TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ 60 ലക്ഷത്തിനും TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പഴയ 192, 194Q എന്നുള്ള സെക്ഷനാണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഇനി 393 അടുത്ത സീരിയൽ നമ്പർ 3 ആണ്. സീരിയൽ നമ്പർ 3 പറയുന്നത് സ്പെസിഫൈഡ് ബാങ്കിലേക്ക് സീനിയർ സിറ്റിസൺ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഇൻ കേസസ് സ്പെസിഫൈഡ് സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസന് ടാക്സ് ഡിഡക്ട് ചെയ്യാനുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഇതില് ടാക്സ് റേറ്റ് പറയുന്നില്ല എന്ന് വെച്ചാൽ സ്ലാബ് റേറ്റിലാണ് സീനിയർ സിറ്റിസന് വരുന്നത്. അപ്പൊ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ചെയ്യുള്ളൂ. അതിൽ സ്പെസിഫൈഡ് ബാങ്ക് പറയുന്നുണ്ട്, അതുപോലെ സ്പെസിഫൈഡ് സീനിയർ സിറ്റിസണും പറയുന്നുണ്ട്. ഇത് രണ്ടും 402 സെക്ഷനിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പെസിഫൈഡ് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 75 ഇയേഴ്സിന് മീതി ആയിരിക്കണം. അത് കൂടാതെ ആൾക്ക് പെൻഷനിങ് അല്ല പിന്നെ വേറെ ഇൻകങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇൻകം ഉണ്ടാവാം, ആ ബാങ്കിൽ നിന്ന് തന്നെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവാം, അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ ഇൻകം ഒന്നും ഉണ്ടാവാൻ പാടില്ലെങ്കിൽ ആൾക്കൊരു ഡിക്ലറേഷൻ കൊടുക്കണം. ആ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്പെസിഫൈ ചെയ്തുള്ള ബാങ്ക് ഏതാണ് നമ്മളുടെ സ്പെസിഫൈഡ് ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് TDS ഡിഡക്ട് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പൊ പിന്നെ ആള് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ പ്രൊവിഷനിൽ പറയുന്നത്. അപ്പൊ റേറ്റ് പറയുന്നത് റേറ്റ് ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് നമ്മളുടെ സ്ലാബ് റേറ്റ് ആണ് അപ്ലിക്കബിൾ ആവും. ഒരു ഇൻഡിവിജ്വലിന്റെ സ്ലാബ് റേറ്റ് വെച്ചിട്ടാണ് ബാങ്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബാങ്ക് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. ഇത് പഴയ സെക്ഷനിൽ 194P എന്ന് പറഞ്ഞ സെക്ഷനിലായിരുന്നു കവർ ചെയ്തിരുന്നത്. ഇനി പഴയ 194R, ഈ സീരിയൽ നമ്പർ 8 4 പഴയ 194R ആണ് കവർ ചെയ്യുന്നത്. ഈ 194R പെർക്വിസിറ്റ്സ് ഓർ ബെനിഫിറ്റ്സ് നമുക്ക് മണി കൺവേർട്ട് ചെയ്യാവുന്നത്, പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നത് ഒരു ബിസിനസ് കണക്ഷനിൽ കൂടെ വരുന്ന, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു റെസിഡന്റിന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് കണക്ഷനിൽ കൂടെ കിട്ടുന്ന ഒരു പെർക്വിസിറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ ഒക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. ഇത് ഭയങ്കര വൈഡ് ആണിത്. അപ്പൊ ഇതിന്റെ അപ്ലിക്കബിലിറ്റി ടാക്സ് റേറ്റ് നമുക്ക് എന്താന്നുള്ളത് ഒന്ന് നോക്കാം. അതിന് ലിമിറ്റ് പറയുന്നത് 20,000 ആണ്. 20,000 മീതെ ഒരു കൊല്ലത്തിൽ 20,000 മീതെ
ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഈ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ TDS പിടിക്കണം. അത് 10% ആണ്. ആ ബെനിഫിറ്റിന്റെ അല്ലെങ്കിൽ പെർക്വിസിറ്റിന്റെ 10% ആണ് TDS പിടിക്കേണ്ടത്. ആരാ TDS പിടിക്കേണ്ടത്? അവിടെ സ്പെസിഫൈഡ് പേഴ്സൺ ആണ്. അപ്പോൾ സ്പെസിഫൈഡ് പേഴ്സണിൽ ആരൊക്കെ ഉള്ളത്? പാർട്ണർഷിപ്പ് ഫേം, കമ്പനി, LLP, ട്രസ്റ്റ്, അതുപോലെ ഇൻഡിവിജ്വൽ ടാക്സ് ഓഡിറ്റ് ഉള്ളവർ. ഇത്ര ആൾക്കാരാണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 20,000 മീതെ എന്തെങ്കിലും ബെനിഫിറ്റ് ഈ ആളുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 10% ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് TDS പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇനി സബ്സെക്ഷൻ 5 സബ് ക്ലോസ് 5 എന്താണെന്ന് നോക്കാം. 194O എന്ന് പറഞ്ഞ സെക്ഷനിലായിരുന്നു ഈ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന്റെ വഴി നമ്മൾ എന്തെങ്കിലും സെയിൽ ഓഫ് ഗുഡ്സോ സെയിൽ ഓഫ് സർവീസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ TDS ആണ്. ഇത് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ് ഡിഡക്ട് ചെയ്യേണ്ടത്. 0.1% ആണ് ഡിഡക്ട് ചെയ്യേണ്ടത്. ത്രഷോൾഡ് ഇല്ല. 0.1% ആണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വെർച്വൽ ഡിജിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും 1% TDS ഡിഡക്ട് ചെയ്യണം. ത്രഷോൾഡ് അപ്ലിക്കബിൾ അല്ല. പഴയ സെക്ഷനിൽ 194S എന്ന് പറഞ്ഞ സെക്ഷനിലാണ് കവർ ചെയ്യുന്നത്. ഇവിടെ പുതിയതിൽ 393 സീരിയൽ നമ്പർ 8 സബ് ക്ലോസ് 6 ആണ് കവർ ചെയ്യുന്നത്. ഇനി അടുത്തത് 393 സബ്സെക്ഷൻ 2 ആണ്. ഈ സബ്സെക്ഷൻ 2-ലത്തെ ഈ പേയ്മെന്റുകൾ ഞാൻ അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോൺ റെസിഡന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നുള്ളതാണ്. നമുക്ക് അത്ര അപ്ലിക്കബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യം. ഇതിൽ നമുക്ക് ഒരു ക്ലോസ് ആണ് നമുക്ക് കൂടുതൽ അപ്ലിക്കബിലിറ്റി ഉള്ളത്. നമുക്ക് ആ ക്ലോസ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത്, ഇതിപ്പോ നോൺ പേയ്മെന്റ് ടു നോൺ റെസിഡന്റ് സ്പോർട്സ് പേഴ്സൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ടാക്സ് 392 തന്നെ ഒരു ടേബിള്, രണ്ടാമത്തെ ടേബിള് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആ ടേബിള് കാണാം. അതിലെ റേറ്റുകളും കാര്യങ്ങളും നമുക്കൊന്ന് വെറുതെ ഒന്ന് നോക്കിപ്പോ. ഇതൊക്കെയാണ് റേറ്റുകൾ പറയുന്നത്. പേയ്മെന്റ് ടു നോൺ റെസിഡൻസ്. ഇതിൽ നമുക്ക് ആ സീരിയൽ നമ്പർ 17 മാത്രമാണ് നമുക്ക് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതാണ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാം നമുക്ക് നോർമലി അപ്ലിക്കബിൾ അല്ലാത്ത കേസുകളാണ് വരാം. 194E, 194LC, 194LC, LB, LBA, ഇതൊക്കെ LBAയിൽ വരുന്നത് തന്നെയാണ്. LBB, LBC, 196 മ്യൂച്വൽ ഫണ്ടിനുള്ള നോൺ റെസിഡന്റ്. ഇതൊന്നും നോർമലി നമ്മളുടെ ഒരു അപ്ലിക്കബിലിറ്റി വരുന്ന ഏരിയകളല്ല. ഞാൻ ഇതിൽ കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കവർ ചെയ്യുന്നത് സീരിയൽ നമ്പർ 17 ആണ്. ഈ 17-ല് 195 എന്ന് പറഞ്ഞ സെക്ഷനാണ് മുമ്പുണ്ടായിരുന്നത്. 195 ആണ് നമുക്ക് സീരിയൽ നമ്പറിൽ 393 സബ്സെക്ഷൻ 2 സീരിയൽ നമ്പർ 17 വരുന്നത്. ഇത് എന്തൊക്കെയാണ് നമുക്ക് ടാക്സ് ചെയ്യുന്നത്? അവിടെ ആ വാക്ക് നമുക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ആ സെക്ഷനിൽ ഒന്ന് നോക്കാം. എനി ഇൻട്രസ്റ്റ് നോട്ട് ബീയിങ് ഇൻട്രസ്റ്റ് റെഫർ ടു ഇൻ സീരിയൽ നമ്പർ 2345. 2345ലേക്കും വേറെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതല്ലാതെ എനി അതർ ഓർ എനി അതർ സം ചാർജബിൾ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ രണ്ട് വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. എനി അതർ സം ചാർജബിൾ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു എമൗണ്ട് ചാർജബിൾ ആണെങ്കിൽ മാത്രമാണ് TDS ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചാർജബിൾ അല്ലെങ്കിൽ TDSന്റെ അപ്ലിക്കബിലിറ്റി ഇല്ല. പക്ഷെ സാലറിയിൽ കവർ ചെയ്യുന്നില്ല. സാലറിക്ക് ഈ സെക്ഷൻ ഈ സബ് ക്ലോസ് 17 അപ്ലിക്കബിൾ അല്ല. സാലറി അല്ലാത്ത എനി അതർ സം അത് ടാക്സബിൾ ആവാണ്. എങ്ങനെയാണ് ടാക്സബിൾ ആണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാർജിങ് സെക്ഷൻ വരുന്നത് സെക്ഷൻ 4-ലും അതുപോലെ 5 ആണ് നമുക്ക് സെക്ഷൻ 5-ലും അതുപോലെ ഡീംഡ് ടു അക്രൂവൽ പറയുന്നത് സെക്ഷൻ 9-ലും ആണ്. ഈ സെക്ഷൻ പ്രകാരം നമ്മൾ നോക്കണം, ഒരു എമൗണ്ട് ഒരു നോൺ റെസിഡന്റിന് കൊടുക്കുന്ന ഒരു എമൗണ്ട്, ഇത് ഒരു നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ആവാം അല്ലെങ്കിൽ ഒരു നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആവാം. രണ്ടിനും വരും. ഇപ്പൊ ഫോറിൻ കമ്പനിക്ക് കൊടുക്കുന്നതും ഒരു നോൺ റെസിഡന്റ് ആയുള്ള വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്നതും ആര് കൊടുത്താലും, ഇതിപ്പോ നമ്മൾ സ്പെസിഫൈഡ് പേഴ്സൺ ഒന്നും ആയിക്കൊള്ളുന്നില്ല. നമ്മൾ കൊടുത്താലും നമുക്ക് ഓഡിറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി കൊടുത്താലും നമുക്ക് TDS പിടിക്കേണ്ട ലയബിലിറ്റിന്റെ നമ്മൾ ടാൻ നമ്പർ എടുക്കണം. അതിന് ത്രഷോൾഡും ഇല്ല. എത്ര എമൗണ്ട് വേണമെങ്കിൽ ടാക്സബിലിറ്റി, ഇത്ര എമൗണ്ട് എന്നുള്ള ടാക്സബിലിറ്റിയുടെ ത്രഷോൾഡ് ഇല്ല. എത്ര എമൗണ്ട് കൊടുത്താലും TDS പിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ചാർജബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ചാർജബിൾ ആണെങ്കിൽ, ഇന്ത്യയിൽ ടാക്സബിൾ ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ടാക്സിന്റെ TDS പിടിക്കണം. ഈ റെമിറ്റൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ ഫോംസ് ഒക്കെ പറയും. പഴയ ഫോം നമ്പർ 15CA CB, അതുപോലെ ഇപ്പൊ അത് 145, 146 എന്ന് പറഞ്ഞുള്ള ഫോമാണ്.
ഈ ഫോം പ്രകാരമൊക്കെയാണ് പേയ്മെന്റുകൾ നടത്താൻ പറ്റുള്ളൂ. ആ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് നമുക്ക് നോക്കണം ഈ പേയ്മെന്റ് ഇവിടെ ഇന്ത്യയിൽ ടാക്സബിൾ ആണോ. അപ്പൊ നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നോർമലി നോക്കാറ്? അതിന് നമുക്ക് ഇവിടെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടോ, ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകാണോ, ഇന്ത്യയിൽ അക്രൂവ് ചെയ്ത ഇൻകാണോ. ഇന്ത്യയിൽ അക്രൂവ് ചെയ്തുള്ള ഇൻകം ഇന്ത്യയിലല്ല റിസീവ് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയിലെ ടാക്സബിൾ ആണ്. ഇന്ത്യയിൽ അക്രൂവ് ചെയ്യാത്ത ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടാക്സബിൾ ആണ്. അതുപോലെ ഇന്ത്യയിൽ ഡീം ടു ബി അക്രൂഡ് എല്ലാം പറയുന്നത് സെക്ഷൻ 9-ലാണ്. സെക്ഷൻ 9-ൽ ഡീം ടു ബി അക്രൂഡ് ആണെങ്കിലും ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. അതിലൊരു പ്രൈമറി കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടത് ഇവർക്കിവിടെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അക്രൂവ് ചെയ്ത പോലെയാണ് കണക്കാക്കുക, ഇന്ത്യയിൽ അത് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇത് കേസ് ടു കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഏത് പേയ്മെന്റ് ആണെങ്കിലും TDS-ന്റെ അപ്ലിക്കബിലിറ്റി അതിന്റെ നേച്ചർ നോക്കി, ആ സിനാരിയോ നോക്കി, ഇന്ത്യയിൽ അതിന് അക്രൂവൽ ഉണ്ടോ എന്ന് നോക്കി, അക്രൂവൽ ഉണ്ടെങ്കിൽ മാത്രം ആ ഇൻകത്തിന് മാത്രമാണ് നമ്മൾ TDS ഡിഡക്ട് ചെയ്യേണ്ടതുള്ളൂ. അതിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് പ്രകാരം എന്തെങ്കിലും പ്രൊവിഷൻസ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബെനിഫിറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇങ്ങനത്തെ പേയ്മെന്റുകൾ നോക്കുമ്പോൾ ആ ട്രീറ്റി ബെനിഫിറ്റ് പറ്റാവുന്ന കേസുകളിലൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക്. അപ്പൊ ടാക്സബിലിറ്റി നമുക്ക് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ എമൗണ്ട് പേ ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് റെസിഡന്റ് ആയുള്ള ഒരാളെ നമ്മൾ ഇവിടുന്ന് നോൺ റെസിഡന്റിനാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. നോൺ റെസിഡന്റിന് പേയ്മെന്റ് കൊടുക്കുന്ന നോർമലി അവർക്ക് ഇവിടെ ടാക്സബിലിറ്റി ഇല്ല, അവർ ടാക്സ് അടയ്ക്കേണ്ട ആൾക്കാരല്ല വെച്ചാൽ TDS-ന്റെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. ഇന്ത്യയിൽ ചാർജബിൾ ആയിട്ടുള്ള ഇൻകത്തിന് മാത്രമാണ് TDS-ന്റെ അപ്ലിക്കബിലിറ്റി വരുള്ളൂ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ആ ഇൻകം ഇന്ത്യയിൽ ചാർജബിൾ ആണോ എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഇവിടെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള ആളുകളാണെങ്കിൽ ഈ കൊടുക്കുന്ന പേയ്ക്ക് ഇന്ത്യയിൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ വാങ്ങാറുണ്ട്. പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ അവരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം മാത്രമാണ് പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ചില ഇൻകങ്ങൾ, ഇപ്പോൾ റോയൽറ്റി പോലുള്ള ഇൻകങ്ങളൊക്കെയും അതുപോലെ ടെക്നിക്കൽ ഫീ ഇന്ത്യയിൽ അക്രൂവ് ചെയ്യുന്ന പോലെ സെക്ഷൻ 9-ൽ കവർ ചെയ്യുന്ന കുറച്ച് ഇൻകങ്ങളുണ്ട്. ആ ഇൻകങ്ങൾ നമുക്ക് ഇന്ത്യയിൽ അല്ല പുറത്താണ് പേയ്മെന്റ് ഡീംഡ് ബി അക്രൂഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അങ്ങനത്തെ പേയ്മെന്റുകൾക്കൊക്കെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് കൊടുക്കുന്നത്. ഡിവിഡന്റ് ഒക്കെ അതിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഡിവിഡന്റ് ഒക്കെ അങ്ങനെ TDS പിടിച്ചതിന് ശേഷമാണ് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ റേറ്റ് ഇൻ ഫോഴ്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റേറ്റ് ഇൻ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 30% ആണ് ജനറലി. ഇനി ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് റേറ്റുകൾ പറയുന്നുണ്ട്. ആ റേറ്റുകൾക്ക് നമുക്ക് അതിന്റെ TDS ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 12.5 പിടിക്കണ്ടോ, അത് ആ ഷെഡ്യൂളിൽ നമുക്ക് ഫസ്റ്റ് ഷെഡ്യൂളിൽ ഫിനാൻസ് ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. അത് പ്രകാരം നമുക്ക് TDS-ന്റെ അപ്ലിക്കബിലിറ്റി വരുള്ളൂ. ഇനി ചില സിറ്റുവേഷനുകൾ നമുക്ക് നോർമലി വരാവുന്നത് ചിലപ്പോൾ നമ്മളുടെ ഒരു എക്സ്പോർട്ട് കമ്മീഷൻ നമ്മളിവിടെ നമുക്കിപ്പോൾ ദുബായിൽ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ദുബായിലുള്ള കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് പിടിക്കുന്ന ചിലപ്പോൾ ദുബായിലുള്ള ഒരു പാർട്ടി ആയിരിക്കും. അവർക്ക് ഇവിടെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ എക്സ്പോർട്ട് കമ്മീഷൻ കൊടുക്കുന്നതിന് TDS-ന്റെ അപ്ലിക്കബിലിറ്റി അത് ഇന്ത്യയിൽ അക്രൂവ് ചെയ്യുന്ന പോലെ കണക്കാക്കില്ല. അപ്പൊ എക്സ്പോർട്ട് കമ്മീഷൻ നമുക്ക് TDS 195-ൽ വരില്ല. അതുപോലെ തന്നെ റീഇംബേഴ്സ്മെന്റുകൾ ഉണ്ടാവും. ചില ഇപ്പൊ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ പറയാവുന്നത് നമുക്ക് ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണം. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന നമുക്ക് യൂറോപ്പിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അയാളാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അയാളുടെ എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ അയാൾക്ക് നമ്മൾ ഇവിടെ നിന്ന് റീഇംബേഴ്സ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷന് ആ റീഇംബേഴ്സ്മെന്റിനും ഇവിടെ ടാക്സബിൾ. ആൾക്ക് ഇവിടെ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ആൾക്ക് കൊടുക്കുന്നത് നമ്മൾ റീഇംബേഴ്സ്മെന്റ് ആണ്. നമ്മളുടെ എമൗണ്ടിന്റെ റീഇംബേഴ്സ്മെന്റ് ആൾ ആ ചെലവ് കിട്ടിയിട്ട് നമ്മുടെ റീഇംബേഴ്സ് ചെയ്യിക്കും അത് എമൗണ്ട്. അതിന് നമുക്ക് TDS-ന്റെ അപ്ലിക്കബിലിറ്റി വരില്ല. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ജനറലി 195 എന്ന് പറഞ്ഞാൽ പഴയ 195, പുതിയതിൽ സെക്ഷൻ 393-ൽ സബ്സെക്ഷൻ 2-ല് ക്ലോസ് നമ്പർ 17-ൽ കവർ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു സെക്ഷൻ ഉള്ളത് ഈ 393-3-ല് സീരിയൽ നമ്പർ 1. ഇത് ഷെഡ്യൂളിൽ തന്നെ 393-ല് സെക്ഷനിൽ 393-ല് വേറെ സെപ്പറേറ്റ് ഒരു പാർട്ടായിട്ടാണ് കാണിച്ചുള്ളത്. ഫോർ പേയ്മെന്റ് ടു എനി പേഴ്സൺ. ഇവിടെ ഉപയോഗിച്ചുള്ള റെസിഡന്റ് നോൺ റെസിഡന്റ് എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. ലോട്ടറി അങ്ങനത്തെയൊക്കെയും കേസുകളാണ് കവർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സീരിയൽ നമ്പറിൽ വരുന്നത് നമുക്ക് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് 194B എന്നുള്ള സെക്ഷനിലുള്ളതാണ് ഈ സീരിയൽ നമ്പർ 1-ൽ കവർ ചെയ്യുന്നത്.
ത്രഷോൾഡ് എത്രയാണ്? ത്രഷോൾഡ് വരുന്നത് 10,000 രൂപയാണ് ത്രഷോൾഡ് പറഞ്ഞത്. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആണ്. ഇടയിൽ ഒരു അമെന്റ്മെന്റ് വന്നിരുന്നത് അഗ്രിഗേറ്റ് ആക്കിയിരുന്നു, പക്ഷെ ഇപ്പോഴും സിംഗിൾ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ലോട്ടറി ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യം 10,000 രൂപ കൂടിയ മാത്രമാണ് TDSന്റെ അപ്ലിക്കബിലിറ്റി വരും. റേറ്റ് ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത് 30% ആണ്. 30% ആണ് TDS പിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസിനും 30% തന്നെയാണ്. എന്തെങ്കിലും ഇൻകം വരുന്നുണ്ടെങ്കിൽ 30% തന്നെയാണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. ഇതിൽ വരുന്ന മൂന്നാമത്തെ സീരിയൽ നമ്പർ വരെ, വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസ് വരെ 30% ആണ് ഉള്ളത്. അതും 10,000 ഒരു ലിമിറ്റ് ഉണ്ട്. ആ 10,000 ലിമിറ്റിന്റെ ഉള്ളിലാണ് ആ 30,000 വരുന്നത്. പിന്നെ മറ്റേ ലോട്ടറി ടിക്കറ്റ് ഒക്കെ വെക്കുന്നതിന് കമ്മീഷൻ കിട്ടുന്നതിനും ലിമിറ്റ് ഉണ്ട്. അതിന് 2% ആണ് TDS പിടിക്കേണ്ടത്. അത് 20,000 മീതി ഉണ്ടെങ്കിൽ മാത്രമാണ് TDSന്റെ അപ്ലിക്കബിലിറ്റി വരുള്ളൂ. ഇതൊക്കെയാണ് സീരിയൽ നമ്പർ 234 കവർ ചെയ്യുന്നത്. 194BA, 194BB, പിന്നെ 194G, ഈ 3 സെക്ഷനുമാണ് അതിൽ കവർ ചെയ്യുന്നത്. ഇനി ഈ സീരിയൽ നമ്പർ 5 ഉണ്ട്. സീരിയൽ നമ്പർ 5 കവർ ചെയ്യുന്നത് നമ്മളുടെ പഴയ 194N എന്ന് പറഞ്ഞ സെക്ഷനാണ്. പേയ്മെന്റ് ഓഫ് സർട്ടൻ എമൗണ്ട് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ബാങ്ക് പേ ചെയ്യുന്നത്. ആരൊക്കെയാണ് പേ ചെയ്യുന്നുള്ളതിൽ പറയുന്നത് ബാങ്കിങ് കമ്പനി വരുന്നുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നുണ്ട്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് ഇൻ ക്യാരിയിങ് ഓൺ ദി ബിസിനസ് ഓഫ് ബാങ്കിങ്. പിന്നെ വരുന്നത് പോസ്റ്റ് ഓഫീസാണ്. ഈ 3 ആളുകളിലും നമ്മളുടെ ആർക്കാണ് പേയർ അവരാണ്. പക്ഷെ ഇതിൽ ആരെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 3 ലക്ഷം രൂപ, 3 കോടി രൂപ വരെ ലിമിറ്റ് പറയുന്നുണ്ട്. അല്ലാത്ത ആളുകൾക്ക് ആ ലിമിറ്റ് ഇല്ല. 1 crore ലിമിറ്റാണ് പറയുന്നുള്ളൂ. 1 crore മീതെ നമ്മൾ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2% TDS ഡിഡക്ട് ചെയ്യും. 194N എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു, അതിപ്പോ മാറിയിട്ട് 393(3) സീരിയൽ നമ്പർ 5 പ്രകാരം TDS ഡിഡക്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുള്ളൂ. ഇടയിലൊരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ പാൻ നമ്പർ ഇല്ലാത്ത കേസുകൾ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസുകൾ. അതൊന്നും ഇപ്പൊ ഇല്ല. ഇനി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ 25 lakh, ഈ 1 crore എന്നുള്ള 25 lakh ആവും എന്നുള്ള കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി. ഇപ്പോൾ നമുക്ക് അതൊന്നുമില്ല. നമുക്ക് 1 crore 3 crore 2 ലിമിറ്റ് ഉള്ളൂ. 3 crore കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ 3 കോടി വരെ അവർക്ക് TDSന്റെ അപ്ലിക്കബിലിറ്റി വരില്ല. ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത ആളുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 crore വരെയാണ് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ കൂടുതൽ വിഡ്രോയിൽ വന്നു കഴിഞ്ഞാൽ 2% TDS ഡിഡക്ട് ചെയ്യും. ഇനി നമുക്ക് ATCCT2 അതിൽ ടാക്സബിലിറ്റി വരുമ്പോൾ ഉള്ളൊരു കേസാണ്. ചെറിയൊരു എമൗണ്ട് ആണ് അത്. നമുക്ക് ATCC2 കിട്ടുന്ന എമൗണ്ട് 2,500 രൂപ, 10% TDSന്റെ എമൗണ്ട് വരുന്നത്. ഇനി ലാസ്റ്റത്തെ നമുക്ക് റിലവന്റ് ആയിട്ടുള്ളതാണ്. അത് നമുക്ക് സാലറി, കമ്മീഷൻ, റെമുനറേഷൻ, ബോണസ് ഓർ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു എ പാർട്ട്ണർ ഓഫ് ദ ഫേം. കഴിഞ്ഞ കൊല്ലം അമെന്റ്മെന്റ് ആണെങ്കിലും നമുക്ക് ഈ 2025-26 ഫിനാൻഷ്യൽ ഇയർ തൊട്ടിട്ടാണ് ഈ ഒരു സെക്ഷന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ഈ സെക്ഷൻ 194T എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു പഴയ ആക്ടില്, പേയ്മെന്റ് ടു പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. അത് മാറിയിട്ടാണ് സീരിയൽ നമ്പർ 17 അത് കൊണ്ടുവന്നുള്ളത്. ആർക്കൊക്കെ അപ്ലിക്കബിൾ ആയുള്ള എനി പേഴ്സൺ ബീങ് എ ഫേം. ഫേം എന്ന് പറയുന്ന LLP കൂടി പെടും. ഇൻകം ടാക്സ് ആക്ടില് ഫേമിന്റെ ഡെഫിനിഷനിൽ ലിമിറ്റഡ് കവർ ചെയ്യുന്നതാണ്. അപ്പൊ 10% ആണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത്. അതിൽ എല്ലാം പെടും: കമ്മീഷൻ, ബ്രോക്കറേജ്, ഇൻട്രസ്റ്റ്. ഇതിനെല്ലാത്തിനും 20,000 ആണ്. ഇവിടെ ഒരു ചലഞ്ച് നമുക്കുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ TDS ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ല എത്ര എമൗണ്ട് കൊടുക്കണം. ഇൻട്രസ്റ്റ് നമുക്ക് പിന്നെയും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ റെമുനറേഷൻ നമുക്ക് മുഴുവനായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, അലൗബിൾ റെമുനറേഷൻ. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വാർട്ടറിൽ റിട്ടേൺ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെറിയൊരു എമൗണ്ട് എങ്കിലും നിങ്ങൾ TDS അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് കഴിയുന്ന സമയത്തേക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ലാസ്റ്റ് ക്വാർട്ടറിലെ റിട്ടേണിൽ നമ്മൾ കമ്മീഷനോ ഇൻട്രസ്റ്റോ കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു റിട്ടേൺ, TDS റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പൊ എല്ലാ പാർട്ണർഷിപ്പ് ഫേമുകളും, നമുക്കുള്ള ക്ലയന്റുകളുടെ എല്ലാ പാർട്ണർഷിപ്പ് ഫേമുകൾക്കും ടാൻ നമ്പർ മാൻഡേറ്ററി ആയിട്ട് എടുക്കാൻ പറയാം. പെട്ടെന്ന് തന്നെ ടാൻ നമ്പർ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ക്വാർട്ടറിന്റെ റിട്ടേൺ ഫയൽ ചെയ്തിടാം. അപ്പൊ നമുക്ക് ഓഡിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ സമയത്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 20,000 മീതെ
ഒരാൾക്ക് റെമുനറേഷനോ ഇൻട്രസ്റ്റോ കമ്മീഷനോ പാർട്ട്ണർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഫേം കൊടുക്കുന്നുണ്ടെങ്കിൽ 10% ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയാണ് നമുക്ക് TDSന്റെ ആപ്ലിക്കബിലിറ്റി പറയുന്നത്. ഇനി നോൺ ഡിഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. അത് കുറച്ച് അധികം ഒരു ലിസ്റ്റാണ്. ആർക്കൊക്കെ പണ്ട് അതത് സെക്ഷനിൽ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് ഇതൊന്നും മാത്രമേ ഉള്ളൂ. കമ്മീഷൻ ബ്രോക്കറേജ്, BSNL അല്ലെങ്കിൽ MTNL ഉള്ളത് കൊടുക്കണ്ട. കോൾ സെന്റർ, പബ്ലിക് കോൾ ഓഫീസ് ഫ്രാഞ്ചൈസീസിന് കൊടുക്കുന്നത്, അതിന് TDSന്റെ അപ്ലിക്കബിലിറ്റി വരില്ല. പിന്നെ വരുന്നത് റെന്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, അങ്ങനെ കുറച്ച് എക്സംഷൻസ് ഇതിൽ പിടിക്കേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യമുള്ള 1-2 കാര്യം നമുക്ക് പറഞ്ഞിട്ട് പോവാം. ബാക്കിയുള്ളത് നമുക്ക് ഈ ടേബിളിൽ തന്നെ നോക്കാവുന്നതാണ്. നമുക്ക് സമയം കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും പറയും. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയിൽ നമുക്ക് ഇൻട്രസ്റ്റ് പേയബിൾ നാഷണൽ ഡെവലപ്മെന്റ് ബാങ്ക്, ഡിബഞ്ചേഴ്സ് സെൻട്രൽ ഗവൺമെന്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് എക്സ്ക്ലൂഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പൊ ഇൻട്രസ്റ്റ് ബാങ്കിങ് കമ്പനികളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് റെഫർ ടു ഇൻ സീരിയൽ നമ്പർ 52. ഇൻട്രസ്റ്റ് ഇൻകം ക്രെഡിറ്റഡ് ഓർ പേ ടു എ ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനിക്കാണ് കൊടുക്കുന്നത്, TDSന്റെ അപ്ലിക്കബിലിറ്റി വരില്ല. ഇപ്പൊ പുതിയ ബഡ്ജറ്റിൽ ഇവിടെ ആദ്യം നമുക്ക് ബാങ്കിങ് കമ്പനി മാത്രമല്ല ഉണ്ടായിരുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ബാങ്കിങ് കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ. ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഇതില് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പുതിയ ഫിനാൻസ് ആക്ട് 2026 അത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോഴും TDS, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ TDS പിടിക്കണം, പക്ഷെ കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കുമ്പോൾ TDSന്റെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. പിന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു മെമ്പർക്ക് TDS ഇത് കൊടുക്കുമ്പോൾ TDS പിടിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ ദാൻ എ കോപ്പറേറ്റീവ് ബാങ്ക് ടു എ മെമ്പർ, ഒരു മെമ്പർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോഴും TDSന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. പക്ഷെ അവിടെ ഒരു എക്സ്ക്ലൂഷൻ അവർ പറഞ്ഞിട്ടുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ. ആ എക്സ്ക്ലൂഷനാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഗ്രോസ് റിസീറ്റ് ഉണ്ടല്ലോ, ആ ഗ്രോസ് റിസീറ്റ് 50 കോടിയൊക്കെ മീതിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സംഷൻ കിട്ടില്ല. അപ്പൊ ഒരു മെമ്പർക്ക് കൊടുക്കുന്ന അതിന് ഇൻട്രസ്റ്റിന് TDS മാൻഡേറ്ററി ആയിട്ട് പിടിക്കണം. 50 കോടിയൊക്കെ താഴെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കുഴപ്പമില്ല. തൊട്ട് മുമ്പത്തെ കൊല്ലത്തെയാണ് നോക്കേണ്ടത്. തൊട്ട് മുമ്പത്തെ കൊല്ലത്തെ ഗ്രോസ് റിസീറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ 50 കോടിയൊക്കെ താഴെയാണെങ്കിൽ TDSന്റെ അപ്ലിക്കബിലിറ്റി ഈ മെമ്പേഴ്സും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിലുള്ളതിന് അപ്ലിക്കബിലിറ്റി വരില്ല. പക്ഷെ അല്ലാത്ത കേസുകളിൽ TDSന്റെ അപ്ലിക്കബിലിറ്റി വരും. ഇപ്പൊ 50 കോടിയൊക്കെ മീതിയാണെങ്കിൽ, ഗ്രോസ് റിസീറ്റോ ടേൺ ഓവറോ 50 കോടിയൊക്കെ മീതിയാണ് കഴിഞ്ഞ കൊല്ലത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TDSന്റെ അപ്ലിക്കബിലിറ്റി വരും. അതുകൂടാതെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ചെറിയൊരു അമെന്റ്മെന്റ് വന്നിരുന്നു. അത് ഇവിടെ പറയുന്നുണ്ട്. മോട്ടോർ ക്ലെയിം ആക്സിഡന്റ് ക്ലെയിമുകൾ കിട്ടുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട്, ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ എമൗണ്ട് അവോർഡഡ് ബൈ ദ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ വെർ ദ എമൗണ്ട് ഓഫ് സച്ച് ഇൻകം ഓർ ദ അഗ്രിഗേറ്റ് ഓഫ് എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് 50,000 rupees. 50,000 രൂപയൊക്കെ കൂടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ പുതിയ ബഡ്ജറ്റിൽ ഒരു ഇൻഡിവിജ്വലിനാണ് ഈ ആക്സിഡന്റ് ക്ലെയിം കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫുള്ളി എക്സെപ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ TDSന്റെ അപ്ലിക്കബിലിറ്റി വരില്ല. എത്ര എമൗണ്ട് ആണെങ്കിലും TDSന്റെ അപ്ലിക്കബിലിറ്റി വരില്ല ആ ഇൻട്രസ്റ്റ് എമൗണ്ടിന്. പക്ഷെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ 50,000 ലിമിറ്റ് ഉണ്ട്. അപ്പൊ അത് ഈ ഫിനാൻസ് ആക്ടിൽ ബഡ്ജറ്റിൽ വന്നുള്ള അമെന്റ്മെന്റ് ആണ്. ഈ സെക്ഷനിൽ കാണുന്നില്ല. അത് അമെന്റ് ചെയ്ത് വന്നാലാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ സെക്ഷനിൽ ആദ്യം ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോ ഈ കൊല്ലം തൊട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളതിൽ ആക്സിഡന്റ് ക്ലെയിമിന് വരുന്നതിന് ഇൻട്രസ്റ്റിന് TDS ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ടാക്സബിൾ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പാർട്ട്നേഴ്സ് ഇതിലേക്ക് കൊടുക്കുന്ന ടു പാർട്ട്ണർ ഓഫ് ദ ഫേം, ഇത് 194 മറ്റേ ഇൻട്രസ്റ്റിന്റെ പരിധിയിൽ വരില്ലാണല്ലോ. പക്ഷെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്ലോസിൽ അത് കവർ ചെയ്യും. അതുകൊണ്ട് ആ ക്ലോസിൽ ഈ സെക്ഷനിൽ ഇൻട്രസ്റ്റിന്റെ സെക്ഷനിൽ TDS പിടിക്കേണ്ടെന്നുള്ളൂ. മൊത്തത്തിൽ TDS പിടിക്കേണ്ടെന്നില്ല. TDS പിടിക്കണം, അത് സെപ്പറേറ്റ് സെക്ഷൻ ആണ്. അതിലാണ് TDS പിടിക്കേണ്ടി വരാം.
പിന്നെ നേരത്തെ ഒരു എക്സംഷൻ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടേഴ്സിലൊക്കെ ഈ വണ്ടികൾ 10 വണ്ടിയൊക്കെ താഴെയുള്ള ആളുകൾ ഡിക്ലറേഷൻ മേടിച്ചിട്ട് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാനുള്ള പറ്റുക അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഈ സീരിയൽ നമ്പർ 8 പറയുന്നത്. ഈ ഹയറിംഗ് ഓഫ് ലീസിംഗ് ഓഫ് ഗുഡ്സ് കാരേജ് അതില് 10 കോടി വണ്ടിക്ക് കുറവുണ്ടാവാൻ പാടുള്ളൂ. ആള് പെർമനന്റ് അക്കൗണ്ട് നമ്പർ തന്നിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഒരു അവര് ഇൻഫോം ചെയ്യാൻ വേണം. നമ്മുടെ ഒരു ഫോമിൽ ഇൻഫോം ചെയ്യാൻ വേണം അവർക്ക് ഇത്ര എമൗണ്ട് ഉള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് TDSന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ടാവില്ല. അത് പഴയ സെക്ഷനിലുണ്ട്, 194C ഉണ്ടായിരുന്നതാണ്. അത് ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട് ഇതിലും ഈ എക്സംഷൻ ആയിട്ട്. ഇപ്പൊ എക്സംഷൻ എല്ലാം ഇവിടെ ഈ ടേബിളിലാണ് എല്ലാ എക്സംഷനും കൊടുത്തുള്ളത്. അപ്പൊ സബ്സെക്ഷൻ 4 393 സബ്സെക്ഷൻ 4 ഫോർ നോൺ ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഒരു സെപ്പറേറ്റ് ടേബിൾ ആണ് പറഞ്ഞത്. ആ ടേബിൾ പ്രകാരം തന്നെയാണ് എല്ലാവരും TDSന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള നമുക്ക് അപ്ലിക്കബിലിറ്റി 194Nല്. ഇത്രയാണ് മേജർ ആയിട്ട് നമുക്ക് കവർ ചെയ്യുന്ന സെക്ഷൻസ് ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് 394ലേക്ക് ഒന്ന് പോവാം. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സെക്ഷൻസ് കവർ ചെയ്യാനുണ്ട്. അപ്പൊ അത് പെട്ടെന്നൊന്ന് തീർക്കാനായിരുന്നു. 394 നമുക്ക് ഇതാണ് നമ്മുടെ TCSന്റെ പ്രൊവിഷനാണ്. TCSന്റെ സെയിൽ ഓഫ് ആൽക്കഹോളിക് ലിക്കർ, അതുപോലെ സെയിൽ ഓഫ് 10 to ലീവ്സ്, ഇതൊക്കെ സെല്ലർ എന്നുള്ള ഡെഫിനേഷൻ ആണ് പറയുന്നത്. സെല്ലറിന്റെ ഡെഫിനേഷൻ 402 എന്ന് പറഞ്ഞ സെക്ഷനിലാണ് കവർ ചെയ്യുന്നത്. ഇതിനെല്ലാം 1% ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ആൽക്കഹോളിക് ലിക്കറിന് 1% ആയിരുന്നു. അത് 206C11 അത് ഇപ്പൊ 2% ആയിട്ടുണ്ട്. പുതിയ ബഡ്ജറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ 2% ആണ് ഇനി TCS ഡിഡക്ട് ചെയ്യാം. 10 to ലീവ്സിന് 2% ആയിട്ടുണ്ട്. 5% ഉണ്ടായിരുന്നത് 2% ആയി. ഈ സെയിൽ ഓഫ് ടിംബറിന് വരുന്നത് ഇത് ഓപ്ഷനിൽ കൂടി വരുന്ന ഫോറസ്റ്റ് ലീസിൽ കൂടി വരുന്ന കേസുകളാണ്. അത് 2% ആണ് ഉണ്ടായിരുന്നത്. 2% തന്നെയാണ്, അതിൽ ചേഞ്ച് ഒന്നുമില്ല. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഉണ്ട്. സെയിൽ ഓഫ് സ്ക്രാപ്പ് 1% ആയിരുന്നു. അതിപ്പോ പുതിയ 26-27 2% ആയി. ഈ ചേഞ്ചസ് വന്നുള്ളത് ബഡ്ജറ്റിലാണ്, 2026 ബഡ്ജറ്റിലാണ്. ഇനി സെയിൽ ഓഫ് മിനറൽ ബീങ് കോൾ ഓർ ലിഗ്മൈറ്റ് അതിനും 2% ആയിട്ടുണ്ട്. ഇനി മോട്ടോർ വെഹിക്കിളിന്റെ സെയിൽ നടക്കുമ്പോൾ മോട്ടോർ വെഹിക്കിളിന്റെ ഈ സെയിൽ ഓഫ് സ്ക്രാപ്പിൽ ശ്രദ്ധിക്കേണ്ടത് മാനുഫാക്ചറിങ് സ്ക്രാപ്പ് ആണ്. ഈ സെക്ഷൻ 402 നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാപ്പിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ വേസ്റ്റ് സ്ക്രാപ്പ് മീൻസ് വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ് ഫ്രം മാനുഫാക്ചർ ഓർ മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് ദ മെറ്റീരിയൽ വിച്ച് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് യൂസബിൾ ആസ് സച്ച് ബിക്കോസ് ഓഫ് ബ്രേക്കേജ്, കട്ടിംഗ് അപ്പ്, വെയർ ആൻഡ് അതർ റീസൺസ്. ഇതിന് മാത്രമാണ് TCSന്റെ അപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ. എല്ലാ സ്ക്രാപ്പിനും ഇല്ല. മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്കിങ്ങിലോ വരുന്ന മെറ്റീരിയലിൽ വരുന്ന സ്ക്രാപ്പിന് മാത്രമാണ് TCSന്റെ അപ്ലിക്കബിലിറ്റി വരുള്ളൂ. അതിന് ഒരു ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ TCS പിടിക്കാണ്ടിരിക്കുക. നമുക്ക് ഫർദർ മാനുഫാക്ചറിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ആണെങ്കിലും ഈ സെയിൽ ഓഫ് 10 to ലീവ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഫർദർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റികൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് TDS പിടിക്കാതെ തരുകയും ചെയ്യും. ഇതില് മോട്ടോർ വെഹിക്കിളിലാണ് അടുത്ത് പറയുന്നത്. മോട്ടോർ വെഹിക്കിളിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷത്തിന് മീതിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിളിന്റെ വാല്യൂ നമ്മൾ TCS പിടിച്ചതിന് ശേഷമാണ് കൊടുക്കാൻ പാടുള്ളൂ. 1% TCS വിളിക്കുന്നത്. അപ്പൊ സെല്ലറാണ് ഇത് ചെയ്യേണ്ടത്. TCS പിടിക്കേണ്ടത്. അപ്പൊ സെല്ലർ അഡീഷണൽ ആയിട്ട് ഈ TCSും കൂടി കളക്ട് ചെയ്യണം. ഇവിടെയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡീലേഴ്സിന് മാത്രം ഇത് അപ്ലിക്കബിൾ. മോട്ടോർ വെഹിക്കിൾ ഡീലേഴ്സിന് മാത്രമല്ല ഇതിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ചിലപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ക്ലയന്റ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കും, കാറിനും അല്ലെങ്കിൽ വെഹിക്കിൾസ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കുമ്പോൾ 10 lakhന് മീതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ TCSന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ട്. അപ്പൊ TCS ഡിഡക്ട് ചെയ്തിട്ട് വേണം അത് അടയ്ക്കാൻ വേണ്ടിട്ട്. അവിടെ സെല്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൽ കവേർഡ് ആണ്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ടാക്സ് ഓഡിറ്റ് ഉള്ള ഇൻഡിവിജ്വൽസ് കവേർഡ് ആണ്, കമ്പനി കവേർഡ് ആണ്, ഫേം കവേർഡ് ആണ്. അപ്പൊ ഇവരൊക്കെ എല്ലാവരും ഈ മോട്ടോർ വെഹിക്കിൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ 10 ലക്ഷത്തിന് മീതിയാണ് എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TCS കളക്ട് ചെയ്തിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളൂ. ഇനി ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്ന് പറയും. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടേക്കും പുറത്തേക്ക് പൈസ കൊണ്ടുപോകുന്ന സമയത്ത്
10 ലക്ഷത്തിന് മീതിയാണ് കൊണ്ടുപോകുന്ന എമൗണ്ട്, ഒരു കൊല്ലത്തിൽ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് TCS പിടിച്ചിട്ടാണ് ബാങ്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുള്ളൂ. അത് ബാങ്കാണ് ചെയ്യുക. അപ്പോൾ അത് 5%, 20% ആയിരുന്നു. ഈ എഡ്യൂക്കേഷനും അതുപോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റൊക്കെ 5% ആയിരുന്നു TCS എമൗണ്ട്. വലിയ എമൗണ്ട് ആയിരുന്നു. അതിപ്പോ കുറച്ചുണ്ട്. പുതിയ ഫിനാൻസ് ആക്ടിൽ അത് 2% കുറച്ച്. അപ്പൊ ബാങ്കിന് റെമിറ്റൻസ് നടത്തുന്ന സമയത്ത് 2% TCS പിടിച്ചിട്ടാണ് നമുക്ക് എമൗണ്ട് കൊണ്ടുപോകാൻ സമ്മതിക്കും. 2% പിടിച്ചാൽ മതി. പക്ഷെ എഡ്യൂക്കേഷനും അല്ല, മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, വേറെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ 20% പിടിക്കും. 20% ഡിഡക്ട് ചെയ്തിട്ടാണ് നമുക്ക് പുറത്തേക്ക് പേയ്മെന്റ് കൊണ്ടുപോകാൻ സമ്മതിക്കുള്ളൂ. ഇനി ഓവർസീസ് ടൂർ പാക്കേജ് ആണെങ്കിൽ, ഇപ്പൊ ഒരു പുറമെ നിന്ന് നമ്മൾ ടൂർ പാക്കേജ് വാങ്ങാണ്, അങ്ങനത്തെ കേസുകളിൽ 2%, മുമ്പ് അത് 5%, 20% ആയിരുന്നു. 10 ലക്ഷത്തിന് താഴെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5%, 10 ലക്ഷത്തിന് മീതിയാണെങ്കിൽ 20% ആയിരുന്നു. ഇപ്പൊ രണ്ടും മാറിയിട്ട് 2% ആയിട്ട്. അപ്പൊ 2% ആണെങ്കിൽ ഓവർസീസ് ടൂർ പാക്കേജ് മേടിക്കുമ്പോൾ നമുക്ക് 2%ആണ് TCS അപ്ലിക്കബിലിറ്റി ഉണ്ടാവുള്ളൂ. ബാങ്കാണ് അത് പിടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ സെല്ലറാണ്, ടൂർ പാക്കേജിന്റെ സെല്ലറാണ് പിടിക്കുക. ഇതാണ് ഇതില് TCS നമുക്ക് ഉള്ളത്. ഇത് നമുക്ക് ഈ പർപ്പസിന് നമുക്ക് TCS വരാതിരിക്കാനുള്ളതിൽ ഫോം നമ്പർ 27C എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അത് പ്രകാരം നമുക്കൊരു ഡിക്ലറേഷൻ വേണമെങ്കിൽ കൊടുക്കാം. നമ്മളൊരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ TCS പിടിക്കാതെ തരും. അതിന് പുതിയ ഫോം 127 ആണ്. അത് പ്രകാരം നമുക്ക് TCS പിടിക്കാതെ ഒരു എമൗണ്ട് നമുക്ക് തരും. ഇതൊക്കെയാണ് TCS കവർ ചെയ്യുന്നത്. ഇനി സെക്ഷൻ 395 നമുക്കൊന്ന് നോക്കേണ്ടതാണ്. ഈ 395 കവർ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ്സ് ആണ്. സർട്ടിഫിക്കറ്റ്സ് എന്ന് ഉദ്ദേശിച്ചത് ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ചില ഇൻകങ്ങൾ ഇപ്പോ എക്സാമ്പിൾ എടുക്കാവുന്ന, നമുക്ക് NRI ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻകം കൊടുക്കുന്നത് അത്രയ്ക്കും നമുക്ക് ടാക്സ് ഇൻകം വരുന്നില്ല. നമുക്ക് പ്രോഫിറ്റുമെയാണ് ടാക്സ് അടയ്ക്കണുള്ളൂ. അപ്പൊ നമുക്ക് അത്രയ്ക്ക് ഇൻകം വരുന്നില്ല, വലിയ എമൗണ്ട് ആണ് TDS പിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിംഗ് ഓഫീസർ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അസിംഗ് ഓഫീസർ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ഫോം ഫയൽ ചെയ്യാം. പണ്ട് ഫോം നമ്പർ 13 എന്ന് പറഞ്ഞ ഫോം ആയിരുന്നു. അതിപ്പോ 128 എന്ന് പറഞ്ഞുള്ള ഫോമാണ്. ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയ്ക്ക് എമൗണ്ട്, ഇപ്പൊ ഒരു 10% ഡിഡക്ട് ചെയ്യേണ്ട ഒരു ഐറ്റാണ്, പ്രൊഫഷണൽ ചാർജസ് ആണ്. നമ്മൾ പറയുകയാണ് നമുക്ക് അത്രയ്ക്ക് ഇൻകം വരുന്നില്ല, നമുക്ക് എക്സ്പെൻസ് കഴിഞ്ഞ് ടാക്സ് നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കൊല്ലങ്ങളിലേക്കും കാണിച്ചു കൊടുത്ത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അസിംഗ് ഓഫീസർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അസിംഗ് ഓഫീസർ ഇത്ര പിടിക്കണ്ട, 2% പിടിച്ചാൽ മതി, അല്ലെങ്കിൽ 5% പിടിച്ചാൽ മതി എന്നൊരു സർട്ടിഫിക്കറ്റ് തരും. അതിനാണ് ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. ആരാണോ പേയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേയർക്ക് ഇഷ്യൂ ചെയ്യും. ആ പേയർ അപ്പൊ ലോവർ ഡിഡക്ഷൻ ആണ്. ഇതെല്ലാം ഓൺലൈനിലായതുകൊണ്ട് നമ്മളുടെ ട്രേസസിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ട്രേസസിന്റെ സൈറ്റിൽ തന്നെ ഈ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റും അതിന്റെ ത്രഷോൾഡും എത്ര എമൗണ്ട് വരെ ലോവർ ഡിഡക്ഷൻ എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും. അത്ര എമൗണ്ട് നമുക്ക് TDS കുറവ് റേറ്റിന് പിടിച്ചിട്ടാണ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി NRIക്കാണ് പേയ്മെന്റ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നേരത്തെ പറഞ്ഞ കേസിൽ അസസിയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അസിംഗ് ഓഫീസറെ. ഇപ്പൊ റിസീപ്പിയന്റ് ആണ്, അവര് അസസിംഗ് ഓഫീസറെ അപ്രോച്ച് ചെയ്തിട്ട് വേണം പേയർ ഇന്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വേണം ഈ ഫോം നമ്പർ 13 കൊടുക്കേണ്ടത്. ഇനി നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് NRIസിനാണ്. ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാവുന്നത്, ഇപ്പൊ ലാൻഡ് സെയിൽ നടക്കാണ്, നമ്മളൊരു NRIയിൽ നിന്നാണ് ലാൻഡ് വാങ്ങുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം ഈ 12% ഫുൾ സെയിൽ കൺസിഡറേഷനുമേ അല്ല വരേണ്ടത്, ക്യാപിറ്റൽ ഗെയിനിനെ വരേണ്ടത്. പക്ഷെ നമുക്ക് സെക്ഷൻ പ്രൊവിഷൻ പ്രകാരം എന്താ പറയുന്നത്, ടോട്ടൽ കൺസിഡറേഷനുമേ 12.5% പ്ലസ് സർചാർജും സെസ്സും പിടിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അസസിംഗ് ഓഫീസർ, അവരുടെ NRIയുടെ അസസിംഗ് ഓഫീസർ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഫോം നമ്പർ 15E നമുക്ക് ഫോം ഫയൽ ചെയ്ത് 129 ഫോം ഫയൽ ചെയ്തിട്ട് നമുക്ക് ലോവർ ഡിഡക്ഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യേണ്ട ആള് പെയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്, NRI അല്ല അപ്ലൈ ചെയ്യേണ്ടത്, പെയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ലോവർ ഡിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ എമൗണ്ടുമ്പോൾ TDS പിടിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ചെറിയൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ ഉള്ള ഒരു കാര്യമാണ്, പക്ഷെ നമുക്ക് ചെയ്യാത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അത് ചെയ്തിട്ട് വേണം നമുക്ക് TDS കൊടുക്കാൻ വേണ്ടിയിട്ട്. സെക്ഷൻ 395 ഈ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പഴയ സെക്ഷനിലെ 3 സെക്ഷൻ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. 203, 206C പിന്നെ 197. ഇത് 195(2) പേയ്മെന്റ് നോൺ റെസിഡന്റ്, ഇത് 3 കവേർഡ് ആണ്. ഇത്രയും ഇനി ഇതില്
നമുക്ക് കൊടുക്കുന്ന ഫോംസ് ഇതിൽ പറയുന്നുണ്ട് എന്തൊക്കെ ഫോംസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, അത് ഏതൊക്കെ കൊടുക്കുന്നത്. ഈ ഫോം നമ്പർ 15 ഒക്കെ ഉണ്ട്. ഇതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് 395 എല്ലാവരും കവർ ചെയ്യുന്നത്. ഇപ്പൊ സാലറി ഒക്കെ ആണെങ്കിൽ ഫോം നമ്പർ 16 ആണെന്ന് പണ്ടുണ്ടായിരുന്നത്. അത് 130 എന്ന് പറഞ്ഞ ഫോമാണ് ഇപ്പോൾ പുതിയത് പ്രകാരം ഇഷ്യൂ ചെയ്യേണ്ടത്. 16 ആക്കി പ്രകാരം വന്നുള്ളത് 131 ആണ്. അപ്പോൾ സാലറി ഇല്ലാത്ത TDSകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫോം കൊടുക്കേണ്ടത് 16A എന്ന് പറഞ്ഞ ഫോമാണ് TDS സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതിനെ കവർ ചെയ്യുന്നത് 131 എന്ന് പറഞ്ഞുള്ള ഫോമാണ് ഇപ്പൊ കവർ ചെയ്യുന്നത്. പിന്നെ TCSനാണെങ്കിൽ 27Dക്ക് പകരം 133 എന്ന് പറഞ്ഞുള്ള ഫോമാണ് ഇപ്പോ കവർ ചെയ്യുന്നത്. ഇനി സെക്ഷൻ 396ലേക്ക് കിടക്കാം. ടാക്സ് ഡിഡക്റ്റഡ് ഇൻകം റിസീവ്ഡ്. സെക്ഷൻ കറസ്പോണ്ട് ചെയ്യുന്നത് സെക്ഷൻ 198 എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. അതെന്താ പറയുന്നത് വെച്ചാൽ എന്താണോ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻകായിട്ട് കണക്കാക്കും. അതിൽ എക്സ്ക്ലൂഷൻ പറയുന്നുണ്ട്. ഇൻകായിട്ട് എടുക്കാതിരിക്കാൻ പാടില്ല. TDS കാണിച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻകായിട്ട് അത് കവർ. നമ്മൾ കാണിച്ചില്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് അത് ഇൻകായിട്ട് അത്ര തന്നെ എമൗണ്ട് ഇൻകായിട്ട് കണക്കാക്കാനുള്ള അധികാരമുണ്ട്. അതിൽ ഒഴിവാക്കിയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പെർക്വിസിറ്റിമിക്ക് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻകം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ക്യാഷ് അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ 194N എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ പഴയ 194N പ്രകാരം 1 കോടിക്ക് മീതെ ക്യാഷ് വിഡ്രോവൽ ഉണ്ടെങ്കിൽ TDS പിടിക്കണം. ആ TDS പിടിക്കുന്ന എമൗണ്ടും ഇൻകായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അത് ഇൻകത്തിന്റെ നേച്ചറിലല്ല. അതുകൊണ്ട് ഇൻകായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടുമാണ് നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്തത് ഇൻകായിട്ട് കണക്കാക്കാത്തുള്ളൂ. ബാക്കിയെല്ലാം ടാക്സ് ഡിഡക്ട് ചെയ്തത് ഇൻകായിട്ട് കണക്കാക്കുക. അതാണ് സെക്ഷൻ 396 പറയുന്നത്. ഇനി കംപ്ലയൻസ് റിപ്പോർട്ടിംഗ് ആണ് 397 പറയുന്നത്. അതിൽ നമുക്ക് എല്ലാവരും ടാൻ എടുക്കണം. ടാൻഡിക്ക് അപ്ലിക്കേഷൻ നമ്പറുകൾ മാറി, ഫോം നമ്പറുകൾ മാറിയിട്ടുണ്ട്. 49B എന്നുള്ളത് 2 ഫോം ഉണ്ടായിരുന്നത് 49B രണ്ടും ഒന്നായിരുന്നു ഗവൺമെന്റിന്. അതിപ്പോ മാറി 2 ഫോം ആയിട്ട് 134ഉം 135 ആയിട്ട്. ഗവൺമെന്റിന് വേറെ അതേഴ്സിന് വേറെ ആയിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായില്ല. 49B എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് 135ഉം 134ഉം 135 ആയിട്ട്. ടാൻ നോൺ റെസിഡന്റിന് അപ്ലിക്കബിൾ അല്ല. സെപ്റ്റംബർ ഒക്ടോബർ 1 വരെ അപ്ലിക്കബിൾ അല്ല. അപ്ലിക്കബിൾ ആണ്. 1 കഴിഞ്ഞാൽ നോൺ റെസിഡന്റിന് ടാന്റെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. നമുക്ക് ഇത് റെസിഡന്റിനെ പോലെ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ അവൈലബിൾ ആവും. പിന്നെ നമുക്ക് പേ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് പാൻ കൊടുക്കണം. പാൻ കൊടുത്തില്ലെങ്കിൽ ഹയർ റേറ്റിൽ TDS ഡിഡക്ട് ചെയ്യും. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നോൺ ഡിഡക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിക്ലറേഷൻ വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമുകൾ 15G or H എന്നുള്ളതിന് പകരം നമുക്ക് രണ്ട് ഫോമാണ് വന്നുള്ളത്. ഞാനത് 15GH പകരം 131 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 131 എന്നുള്ള ഫോമിലാണ് ഇപ്പോൾ നമുക്ക് TDSന്റെ റിട്ടേൺ ഫയൽ. TDS അടയ്ക്കേണ്ട സമയമായിരിക്കും 7-ാം തീയതിക്കുള്ളിലും. മാർച്ചിലത്തെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ April 30th ഉള്ളിലാണ് TDS അടയ്ക്കേണ്ടത്. TDSന്റെ ഫോംസ് മാറിയിട്ടുണ്ട്. ഫോംസ് എല്ലാം വരുന്നത് 24Qക്ക് പകരം സാലറിയുടെ ആണെങ്കിൽ 24Q ആയിരുന്നു. അതിന് പകരം ഇപ്പോൾ 138 എന്ന് പറഞ്ഞുള്ള ഫോമാണ്. നോൺ റെസിഡന്റിനാണെങ്കിൽ 27Q ആയിരുന്നു. പേയ്മെന്റ് നോൺ റെസിഡന്റിന് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന 27Q എന്ന് പറഞ്ഞ ഫോം ആയിരുന്നു. അതിന് പകരം ഇപ്പോൾ 144 ആണ്. പിന്നെ 26Qന് പകരം 140 ആണ് ഫോം വന്നുള്ളത്. TCSന്റെ ഫോം ഇപ്പോൾ 143 ആണ്. മുമ്പ് 27EQ എന്ന് പറഞ്ഞുള്ള ഫോമായിരുന്നു. റിട്ടേൺ ഫയലിംഗിന്റെ ഒന്നും ഡ്യൂ ഡേറ്റിൽ മാറ്റങ്ങളൊന്നുമില്ല. സെയിം ഡ്യൂ ഡേറ്റുകൾ തന്നെയാണ് പറയുന്നത്. 31st ജൂലൈ, 31st ഒക്ടോബർ, 31st ജാനുവരി, പിന്നെ 31st മെയ്യും 4 ക്വാർട്ടറിന്റെ പീരീഡ് ആണ് പറയുന്നത്. പിന്നെ ഇനി 15CA CBയുടെ കേസുകളിൽ ഫോം മാറിയിട്ട് 145ഉം 146ഉം ആണ്. 3CB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15CB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 146 ആണ്. 15CA എന്ന് പറഞ്ഞാൽ 145 ആണ്. അതിൽ 3 പാർട്ട് ഉണ്ട്. പാർട്ട് A, B, C ഉണ്ട്. പാർട്ട് എയിൽ 5 lakhന് താഴെയുള്ള കേസുകളാണ് ടാക്സബിൾ ആയുള്ള ഇഷ്യൂ ആണ്. പക്ഷേ 5 lakhന് താഴെയുള്ളത്. പാർട്ട് ബിയിൽ പറയുന്നത് ടാക്സബിൾ ആയുള്ള 5 lakhന് മീതിയുള്ളതാണ്. നമ്മൾ അസസിംഗ് ഓഫീസറിന് സർട്ടിഫിക്കറ്റ് വെച്ച് മേടിച്ചുള്ള കേസുകളാണ്. പാർട്ട് സിയിൽ പറയുന്നത് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടിന് 15CB മേടിക്കുന്ന കേസുകളിലാണ്. 5 ലക്ഷത്തിന് മീതിയാണ്, ടാക്സബിൾ ആണ്. 15CB ചാർട്ടേഡ് അക്കൗണ്ടിന് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഇതാണ്. പിന്നെ പാർട്ട് ഡിയിൽ പറയുന്നത് നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റങ്ങളാണ്. നോൺ ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പാർട്ട് ഡിയിൽ കവർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഫോം നമ്പർ 15CA CBയുടെ കവർ. ഇതൊക്കെ കംപ്ലയൻസും റിപ്പോർട്ടിങ്ങിന്റെയും ഭാഗമായിട്ട് വരുന്നത്. ഇനി നമുക്കൊരു കറക്ഷൻ സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ TDS റിട്ടേൺ ഫയൽ ചെയ്ത് കറക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ
പഴയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് 6 കൊല്ലം ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 കൊല്ലം നമുക്ക് കറക്ഷൻ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ പുതിയ ഇൻകം ടാക്സ് അതിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്, 2 കൊല്ലം നമുക്ക് പറ്റുള്ളൂ. ടാക്സ് ഇയർ കഴിഞ്ഞിട്ട് 2 കൊല്ലത്തിന്റെ ഉള്ളിൽ നമുക്ക് കറക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻ ഇനിയിപ്പോ എന്താണ് കോൺസിക്വൻസസ്? നമുക്കിപ്പോ എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടായി, നമ്മളെ അസസീൻ ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കോൺസിക്വൻസസ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒന്ന്, നമുക്ക് 40 മറ്റേ ഡിസലവൻസിന്റെ ഇഷ്യൂ വരുന്നത്, അത് കൂടാതെയുള്ള കോൺസിക്വൻസസ് ആണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു 1% TDS ഇൻട്രസ്റ്റ് വരും. TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 വരെ പോവാം. അത് കൂടാതെ ഇനി അസസീൻ ഡിഫോൾട്ട് ആയിട്ട് കണക്കാക്കാതിരിക്കണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. പണ്ട് 26A എന്ന് പറഞ്ഞ ഫോം ആയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടിൽ 26A ഫോം വാങ്ങണം. അവർ എന്താ കാണിക്കേണ്ടത്? റിസീപ്പിയന്റ് ടാക്സ് അടച്ചിട്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആ ഓഡിറ്റർ പറയുന്നുണ്ടാവുക, സർട്ടിഫൈ ഉണ്ടാവുക. അതിന് പകരം ഇപ്പോൾ 149 എന്ന് പറഞ്ഞ ഫോമാണ് വന്നുള്ളത്. അത് പ്രകാരം നമ്മൾ ആർക്കാണോ പേയ്മെന്റ് കൊടുത്തുള്ളത് അവർ ഓഡിറ്റർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഈ 149 വാങ്ങണം. ആ പാർട്ടി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, ആ റിട്ടേൺ ഫയൽ ചെയ്തുള്ളതിൽ ടാക്സും അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഡിക്ലറേഷൻ ആണ് വരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന പീരീഡ് വരെയുള്ള ഇൻട്രസ്റ്റ് റിക്കവർ ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതുവരെയുള്ളത് നമ്മുടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ള, പെയറിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇതൊക്കെയാണ് നോർമലി ഇതിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലുള്ള കോൺസിക്വൻസ്. പിന്നെ പ്രോസസ്സിങ്ങും പവർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, ഇതൊക്കെയാണ് 139, 399. ഇതൊക്കെ നമുക്ക് റിട്ടേൺ പ്രോസസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെ 400 അത് പുതിയൊരു സെക്ഷനാണ്. 400 പവർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു റിലാക്സ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു പവർ കൊടുത്തിരിക്കുകയാണ് ഇതിൽ ഏതെങ്കിലും പ്രൊവിഷൻസ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ റിലാക്സ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഇതിലുണ്ട്. പഴയ ആക്ടിൽ അത് ഉണ്ടായിരുന്നില്ല. പിന്നെ 401 ബാർ അഗെയിൻസ്റ്റ് ഡയറക്ട് ഡിമാൻഡ് ഓൺ അസസി, 205 TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, ഫുള്ള് കറക്റ്റ് ആയിട്ട് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ആ എമൗണ്ടും നമ്മുടെ നിന്ന് അസസിയുടെ നിന്ന് ടാക്സ് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. ചില കേസുകളിലൊക്കെ നമുക്ക് കാണാറുണ്ട്, നമ്മൾ റിട്ടേണിൽ ചിലപ്പോൾ അസസി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആളുടെ ഇൻകം TDS പിടിച്ച് വന്നുള്ളതുകൊണ്ട് അസിംഗ് ഓഫീസർ എന്ത് ചെയ്യും? ആ ഇൻകം എടുത്ത് ടാക്സ് ചെയ്യുന്ന TDSന്റെ ക്രെഡിറ്റ് തരില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കിത് പറയാം വെച്ചാൽ, ഓൾറെഡി TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ടാക്സ് അടച്ച പോലെ തന്നെയാണ് കണക്കാക്കുക, അതുകൊണ്ട് ആ ഇൻകത്തിന്റെ ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പറയാം. പിന്നെ 402 എന്നുള്ള സെക്ഷനാണ്. 402 സെക്ഷൻ കുറച്ചധികം ഉണ്ട്. പക്ഷെ ഈ 402 സെക്ഷൻ നമ്മൾ എല്ലാം നോക്കേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഓരോ സെക്ഷനിൽ തന്നെ എല്ലാം കിട്ടുമായിരുന്നു. പക്ഷെ ഇനി അത് കിട്ടില്ല. ഈ 402 സെക്ഷനിലാണ് എല്ലാ ഡെഫിനിഷൻസും വരുന്നത്. അപ്പൊ ആ ഡെഫിനിഷൻ നമ്മൾ ഓരോ സെക്ഷനിലേക്ക് ഇന്റർലിങ്ക് ചെയ്ത് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ TDS നോക്കുമ്പോൾ 393 എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കണം. TCS നോക്കുമ്പോൾ 394 എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കണം. ഇതിന്റെ അപ്പുറത്ത് തന്നെ 393 തന്നെ TDS പിടിക്കാതിരിക്കാനുള്ള എക്സംഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അതിന്റെ ഡെഫിനിഷൻസിൽ നമ്മൾ പേയറുടെ ഡെഫിനിഷനിൽ വരുമെന്ന് നോക്കണമെങ്കിൽ സെക്ഷൻ 402 നോക്കണം, ഇന്റർപ്രിട്ടേഷനിലും കൂടി നോക്കണം. ഇത്രയാണ് നമുക്ക് TDSഉം TCSന്റെയും പ്രൊവിഷൻസിന്റെ അപ്ലിക്കബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് വല്ല ക്വറീസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കഴിഞ്ഞ് നിർത്താം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരിക്കും.